പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. വർത്തമാനമായിട്ട് നമുക്ക് 4-ാമത്തെ ദിവസവും ഇന്നിവിടെ കഴിഞ്ഞ 3 ദിവസം ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ ആയിരുന്നു. വ്യാഴം, വെള്ളി, ശനി, ഇന്ന് ഞായറാഴ്ച നമുക്ക് വീണ്ടും ഇപ്പോൾ 4 ദിവസം അടുപ്പിച്ച് ഇവിടെ പ്രാർത്ഥനയായിരുന്നുള്ളത്. കുറേ പേർക്ക് കടന്നു വരാനും സംബന്ധിക്കുവാനും ഇടയായി തീർന്നു. അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. കർത്താവിന് സ്തോത്രം ചെയ്യും. ഇന്ന് വാസ്തവത്തിൽ പ്രഭാതത്തിൽ നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ കേട്ടോന്നറിയില്ല. ഗാഡ് ഇൻ ക്രൈസ്റ്റ് എന്നുള്ളൊരു ഭാഗമാണ്. ഗാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേക്ക് ശില്പയിലുണ്ടായ ഒരു മകനാണ് ഗാഡ് എന്ന് പറഞ്ഞത്. ആ മകനെ പറ്റിയാണ് പറഞ്ഞത്. കാരണം ഇതിൻ്റെ അതെല്ലാം വളരെ ആഴമേറിയ അർത്ഥം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ പറയുന്നത് ഇന്നിപ്പോൾ എല്ലാവരും ലോകം മുഴുവനും ഈസ്റ്റർ ആഘോഷിക്കുന്ന ദിവസമല്ലേ. അപ്പം അതുകൊണ്ട് അതിൽ നിന്നൊന്ന് വിട്ടുപിടിക്കാമെന്ന് വിചാരിച്ചു. എനിക്കിഷ്ടമാണ് ക്രിസ്തുവിനെ ഇവിടെ നമ്മുടെ ദീപേഷ് പറഞ്ഞതൊക്കെ. പിലാത്തോസ് നെയ്യപ്പ മഹാപുരോഹിതൻ യേശുവിനോട് ചോദിച്ച ഒരു ചോദ്യം, നീ ദൈവത്തിന്റെ പുത്രനായ യേശു ആകുമെന്നല്ല ചോദിച്ചു. എന്താ ചോദിച്ചത്? നീ വന്ധ്യനായവന്റെ പുത്രനായവനായ ക്രിസ്തു ആകുന്നോ എന്ന് ചോദിച്ചപ്പോൾ അതൊരു വലിയ സത്യമാണ്. ക്രിസ്തു എന്നുള്ളത് ദൈവമാണെന്നതാണ്. അതാണെന്നാണ് ചോദിച്ചത്. അപ്പോഴത്തേക്ക് പറയുക, ഞാനാകുന്നു. അപ്പോൾ പറഞ്ഞ്, ഇനിയും ആരെ കൊണ്ടും സാക്ഷികളെ കൊണ്ട് നീ നിന്നെ തന്നെ ദൈവമാക്കിയത് കൊണ്ട് നീ അവനെ ക്രൂശിക്കുക. ഇനി വേറൊരാളുടെ സാക്ഷി മൊഴിയുടെ ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ദൈവം ആരാണെന്ന് കയ്യപ്പാവ് മനസ്സിലായി. എന്നിട്ട് കർത്താവ് അവരോടെല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളെല്ലാവരും എന്നെ കാണും ഒരു ദിവസം. നീ കയ്യപ്പാവ് കാണും എല്ലാം ന്യായവിധി ദിവസത്തിൽ ലോകം മുഴുവൻ യേശു ഇതിനെ കാണും. അത് രക്ഷപ്പെടാനല്ല കാണുന്നത്, നരകത്തിൽ പോകാൻ വേണ്ടിയാണ് കാണുന്നത്. ഇല്ലേ? ഇല്ല. നമ്മൾ ഈ സുവിശേഷം പറയാൻ 10-ാം തീയതി പോകും. 10-ാം തീയതി സുവിശേഷം പറയാൻ വീടുകളിലൊക്കെ പായ്പാട്ട് പോകുമ്പോൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഓരോ വീട്ടിലും ചെന്ന് എന്നെ പറ്റി, യേശുവിനെ പറ്റി പറയണം. നിങ്ങളെ ഏതെങ്കിലും വീടുകളിൽ സ്വീകരിച്ചാൽ, ആരെങ്കിലും നിങ്ങളെ സ്വീകരിച്ചാലുണ്ടല്ലോ, നിങ്ങളുടെ സമാധാനം ആ വ്യക്തിയുടെ മേൽ പോയി. ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ അതെ അവർ ആ മനുഷ്യന് സ്വന്തം ഭോമനേക്കാളും ശാപമാണ്. അത്രമാത്രം ശാപമായിരിക്കും അവരുടെ മേൽ. അത്ര പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് നമ്മൾ ചെയ്യുന്നത്. യേശുവിനെ പറ്റി പറയാൻ പോകുക. കാരണം നിങ്ങൾ പറഞ്ഞ സമാധാനം, ക്രിസ്തുവിൻ്റെ സമാധാനം അവൻ ഏറ്റെടുത്തില്ലെങ്കിൽ ആ സമാധാനം തിരികെ നിങ്ങളെ തന്നെ അവനോ സോധവും ഭോമനേക്കാളും ശാപമായിരിക്കും, നിത്യ നരകമായിരിക്കുമല്ലോ. ഈ സുവിശേഷം പറയാൻ പോകുമ്പോൾ ചിലർ രക്ഷിക്കപ്പെടും, ചിലർ നിത്യനാശത്തിലേക്ക് തള്ളപ്പെടും. ലേലിയ. ഇത് നമ്മൾ എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ഇത്ര പ്രാധാന്യം? ശ്രീനാരായണ ഗുരു ഉയർത്തിട്ടുണ്ട്. പുള്ളിക്കാരൻ എവിടെയുണ്ട്? ശിവഗിരി കടന്ന് അടച്ചുപൂട്ടിയിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിനെ ശിവഗിരിയിൽ അടച്ചുപൂട്ടിയിട്ടുണ്ട്. മുഹമ്മദ് നബിയെ മദീനയിൽ അടച്ചുപൂട്ടിയിട്ടുണ്ട്. ശ്രീ ഗുരുനാനാക്ക് ഇല്ലയോ, നമ്മളുടെ പഞ്ചാബികളുടെ ദൈവം, പുള്ളിയെ പിടിച്ച് പൂട്ടിയിട്ടിരിക്കുക. അമൃത്സാഗറിൽ അടച്ചിട്ടിരിക്കുക, ഗോൾഡൻ ടെമ്പിളിന്റെ അടുത്ത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വലിയ നേതാക്കന്മാർ ദൈവമില്ല എന്ന് പറയുന്ന പുള്ളികൾ കല്ലറയെല്ലാം അടച്ചു കൂട്ടിയിട്ടിരിക്കുക. കാർൽ മാർക്സിന്റെ എല്ലാം, ഗാന്ധിയുടെ കല്ലറ ഡൽഹിയിൽ അടച്ചു കൂട്ടിയിട്ടിരിക്കുക. ലോകത്തിലെ സകലമാന മനുഷ്യരുടെയും കല്ലറ അടച്ചു കൂട്ടിയിട്ടിരിക്കുക. വളരെ വർഷക്കാലം മുഹമ്മദിയരുടെ കയ്യിലായിരുന്നു യെരൂശലേമിൽ ഒരാളുടെ കല്ലറയുണ്ട്, അത് തുറന്നു വെച്ചിരിക്കുക. ഒറ്റ കല്ലറയെ ഭൂമിയിൽ തുറന്നു വെച്ചിട്ടുള്ളൂ. എന്നാൽ മുഹമ്മദിയരുടെ കയ്യിൽ
സാമ്രാജ്യം അവർ ഭരിച്ചിരുന്ന കാലം, തുർക്കികൾ യെരൂശലേമിനെ ഭരിക്കുന്ന കാലത്ത് വേണമെങ്കിൽ അവർക്ക് ഇത് അടച്ചു കൂട്ടാമായിരുന്നു. യേശുവിന്റെ കല്ലറ കൊടുത്തു. കാരണം അവർ വിശ്വസിക്കുന്നത് ക്രിസ്തു മരിച്ചിട്ടില്ലെന്ന്, ക്രിസ്തു ക്രൂശീകരിക്കപ്പെട്ടില്ലെന്ന മുഹമ്മദിയർ വിശ്വസിക്കുന്നത്. എന്നാ പിന്നെ അവർക്ക് വേണം നല്ല ചാൻസ് ആയിരുന്നു. യേശുവിന്റെ കല്ലറ എന്ത് ചെയ്യും? അടച്ചു കൂട്ടി മണ്ണിട്ട് നിറച്ച. ലോകത്തിൽ ഒരു ശക്തിക്കും ആ കല്ലറ കൂട്ടാൻ പറ്റിയിട്ടില്ല. ഇന്നും അത് തോന്നിയിരിക്കുക. എന്നിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റ് പോയി. നമുക്ക് സന്തോഷമില്ലേ? നമ്മൾ സേവിക്കുന്ന ദൈവം, പ്രൈസ് ദി ലോർഡ്, ശിവൻ ഒരു ദൈവമാണെങ്കിൽ മറ്റ് ആൾ ദൈവങ്ങൾ എത്രയോ ഉണ്ട്. അവിടെ എല്ലാം കല്ലറയടഞ്ഞിരിക്കും. ആൾ ദൈവങ്ങളെയല്ല. ഏതെങ്കിലും ഒരു ദൈവം എന്ന് പറഞ്ഞ് ഒരാള് സ്വയമായിട്ട് മുമ്പോട്ട് വന്നാൽ ദൈവത്തിന് മരണം പാടില്ലെന്നുള്ളത്. അവൻ മരിച്ചാൽ അവൻ ഉയർത്തിരിക്കണമെന്നാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം അവൻ പ്രപഞ്ച സൃഷ്ടാവായ ദൈവം. അത് മുഹമ്മദ് നബി ആയാലും ശ്രീനാരായണ ഗുരു ആയിരുന്നാലും അയ്യങ്കാളി ആയിരുന്നാലും ആരായിരുന്നാലും ശരി, അടച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിൽ നീ ദൈവമാണെങ്കിൽ പുറത്തു വരണം. കാരണം എന്തിനാണെന്നറിയാമോ പുറത്തു വരാൻ പറയുന്നത്? കാരണം പുറത്തു വന്നെങ്കിലേ നമുക്ക് പ്രത്യാശയുള്ളൂ. മനസ്സിലായില്ലെന്ന് തോന്നുന്നു. പുറത്തു വന്നെങ്കിലേ, അല്ലെങ്കിൽ ഇന്ന് ആരാധന കൂട്ടി ലോക്ക് ചെയ്ത് പോത്തോട്ട് കീ കൊണ്ട് കൊടുത്ത് ഇനി ആരാധനയോടെ ഇല്ല. ഇവിടെ ആരാധന നടക്കുന്നതിന് കാരണം എന്നറിയോ? എന്റെയും നിങ്ങളുടെയും ദൈവം ശിവഗിരിയിൽ മൂടിയിട്ടിരിക്കുകയല്ല, അല്ലെ ഏതെങ്കിലും വിശ്വമുണ്ടാക്കിയ ആളല്ല. അവൻ ദൈവമായതുകൊണ്ട് മാനവരാശിക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് മനുഷ്യനായി വന്ന് അവൻ മരണത്തെ ജയിച്ച് ക്രൂശിൽ അവൻ മരിച്ച് മാനവരാശിയുടെ പാപത്തിന് വേണ്ടി കല്ലറയിൽ അടക്കപ്പെട്ട് അവൻ ഉയർത്തെഴുന്നേറ്റ ദൈവമാണ്. അവൻ ദൈവമായതുകൊണ്ട് അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു. ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റ ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്, ആരാധിച്ചത് അതിനെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ജീവൻ ഈ ക്രിസ്തുവിന് വേണ്ടി വെച്ചു കൊടുക്കുന്നത്. രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വേണ്ടിയല്ല നമ്മുടെ ജീവൻ വെച്ചു കൊടുക്കുന്നത്. ഈ ലോകത്തിലെ മറ്റാർക്കും വേണ്ടിയല്ല നമ്മുടെ പ്രാണൻ വെച്ചു കൊടുക്കുന്നത്. നമ്മുടെ പ്രാണപ്രിയന് വേണ്ടിയിട്ടാണ്. അവൻ ജീവിക്കുന്ന ദൈവമാണ്. അവൻ നമുക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. സന്തോഷമില്ലേ? സന്തോഷമില്ലേ? മരണത്തെ ഏകന്റെ ലംഘനത്താൽ സംസാരം ഇവിടെ വന്നപ്പോൾ മുതൽ കുറെ കാര്യങ്ങൾ യേശുവിന്റെ ഉയർപ്പിനെ പറ്റിയൊക്കെ പറഞ്ഞു. ഏകന്റെ ലംഘനത്താൽ അനേകർ പാപികളായപ്പോൾ ഏകന്റെ അനുസരണത്താൽ അനേകരെ ലോകത്തെ രക്ഷിപ്പാൻ അവന്റെ പ്രസാദം തോന്നി. ഇതിന്റെ ആഴമൊന്നും അധികം മനസ്സിലായില്ലേലും ഞാനും നിങ്ങളും ഈ കൃപയ്ക്കകത്ത് വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. വചനം നിങ്ങൾക്ക് അധികം അറിയാഞ്ഞിട്ടല്ല ഇതിനകത്ത് വന്നത്. ആണോ? ഈ ഇരിക്കുന്ന അമ്മച്ചിമാർക്ക് എന്തോ അറിയാമോ? ഇവരേതെങ്കിലും ബൈബിൾ കോളേജിൽ പോയതാണ്. ഇവർക്ക് ഈ ഉയർപ്പെന്ന് പറഞ്ഞാലോ മരണമെന്ന് പറഞ്ഞാലോ ഇവിടെ ഇരിക്കുന്ന ഒറ്റ അമ്മച്ചിമാർക്ക് ഒരു ഉത്തരം പറയാൻ പറ്റില്ല. ഒന്നും പറ്റത്തില്ല. അവർക്ക് ഈ ബൈബിളിന്റെ ആഴങ്ങളുമല്ലോ ഇവർക്ക് വല്ലതും പിടികിട്ടിയിട്ടുണ്ട്. ഇവർ നമ്മുടെ കൂടെ വന്നെങ്കിലും ഇരിക്കുക. അങ്ങനെ നിങ്ങൾ കുറെ പേരൊക്കെ വന്ന് ഇരിപ്പുണ്ട്. പക്ഷെ നിങ്ങൾ ഓർത്തോണം, ഈ നിങ്ങളെ പിടിച്ചോണ്ട് വന്നത് നിങ്ങളെ അറിവിന്റെ മുകളിലല്ല കൊണ്ടുവന്നത്, സർവശക്തനായ ദൈവമാണ്. പിടികിട്ടുന്നുണ്ടോ? ഇന്നിവിടെ നിങ്ങൾ കൊട്ടി പാടി ചാടി ഒക്കെ ചെയ്തിട്ടുണ്ട്. അവസാനം വരെ ചാടിക്കൊണ്ടേ, അവസാനം വരെ കൊട്ടിക്കൊണ്ട് ഇടയ്ക്കിട്ട് ഓടിപ്പിക്കളഞ്ഞേക്കല്ലേ അവനാ വിളിച്ചത്. നിങ്ങളുടെ ബൈബിളിന്റെയോ എന്റെ ബൈബിളിന്റെയോ അറിവിന്റെ ആഴം കൊണ്ടല്ല നമ്മളെ ഊമവിഗ്രഹത്തെ വിട്ടുകൂടെ കൊണ്ടുവന്നത്. ആത്മാവിൽ ആരാധിപ്പാൻ അവന്റെ മഹാകൃപയായിരുന്നു. അവന്റെ മഹാകൃപയാ ഇന്ന് അവനെ ആരാധിക്കുവാൻ
ഈ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടത്. പിന്നെ നിങ്ങൾ എന്തിനാ സഭായോഗം ഉപേക്ഷയായി വിചാരിക്കരുതെന്ന് പറയാൻ കഴിയും? ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്. കാര്യം നമ്മൾ ഓരോ ദിവസവും ക്രിസ്തുവിൽ വളരണം. അതിനാൽ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്. ദൈവത്തോട് അടുത്തിരിക്കണം. അപ്പോൾ സാത്താൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. യോഗങ്ങളുള്ള സമയങ്ങളൊക്കെ സഭയിൽ 3 ദിവസം ഉപവാസവും പ്രാർത്ഥനയും വെച്ചപ്പോൾ നിങ്ങൾ ജോലി ഉണ്ടായിരിക്കാം, ജോലി ഇല്ലെങ്കിൽ ചില ആൾക്കാർ ജോലി കളഞ്ഞു വരും. എപ്പോഴാണ് ജോലി കളഞ്ഞു വരുമെന്ന് അറിയാമോ? ഉള്ളിന്റെ ഉള്ളിൽ ഈ കർത്താവിനെ കുറിച്ചുള്ള തീഷ്ണത വരുമ്പോഴാണ്. അല്ലെങ്കിൽ നമുക്ക് ആ 3 ദിവസം 1 ദിവസം ഒന്ന് വിട്ടേക്കാം, ഞാൻ എനിക്ക് ജോലി വേണ്ട, എൻ്റെ യേശുവിന് വേണ്ടി. അത് എന്തുകൊണ്ടാണ് അത് കളയാത്തതെന്ന് ചോദിച്ചാൽ നമുക്ക് ആ വീര്യം വരാത്തതുകൊണ്ടാണ്. നമ്മുടെ ഉള്ളിൽ വീര്യം നമ്മുടെ ജോലിയാണ്. നമ്മുടേതായിട്ടുള്ള ആ 1 ദിവസത്തെ കാശാണ് നമുക്ക് വരുന്നത്. നമ്മളതങ്ങ് തട്ടിക്കളയുക. എനിക്ക് 1 ദിവസത്തെ കാശ് വേണ്ട, ഞാൻ ഈ 3 ദിവസം ഇന്ത്യ രാജ്യത്തിന് വേണ്ടി PG വർഗീസ് പറഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഞാനിപ്പോൾ ഇരിക്കുക സഭയിൽ. ആ ഒരു ബോധം നമുക്ക് വരണമെങ്കിൽ നമ്മൾ ആത്മാവിൽ ശക്തിയുള്ളവരായിരിക്കണം. ആത്മാവിൽ ശക്തിയുള്ളവരാകണമെങ്കിൽ നമ്മൾ ദൈവത്തോട് അടുത്തില്ല. യാക്കോബ് പറയുന്നതാ, നിങ്ങൾ ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, അപ്പോൾ സാത്താൻ നിങ്ങളെ വിട്ടോടിപ്പോകും. ദൈവത്തോട് അടുത്ത് ചെല്ലണം. കാരണം ലോകം മുഴുവനും സാത്താന്റെ അധീനതയിൽ കിടക്കുക. പല കാരണങ്ങളും പറഞ്ഞ് ആരാധന മുടക്കാൻ ആൾക്കാരുണ്ട്. എനിക്ക് ക്ഷീണമാ, എനിക്ക് ഉറക്കമാ, എനിക്ക് തലവേദനയാ, എനിക്ക് മുട്ടുവേദനയാ, എനിക്ക് പുറം വേദനയാ, ഇതൊക്കെ പറയാം. എന്നാൽ ഇച്ചിരി നേരം മാറി ത്യാഗം സഹിച്ച് അവിടെ വന്ന് ഇരുന്ന് ആ ആരാധനയിൽ സംബന്ധിച്ച് പോകുമ്പോ വലിയവനായ ദൈവത്തെ ആരാധിച്ചത്. നിന്റെ നടുവേദന മാറ്റാൻ എന്റെ ദൈവം ശക്തനാണ്. പുള്ളിക്കാരൻ നമ്മുടെ രാജ്യം കൂടെ വന്ന് പറഞ്ഞില്ലേ, ഓപ്പറേഷൻ നമ്മളെല്ലാം കൂടെ കൈവച്ച് പ്രാർത്ഥിച്ചത്. സാധാരണ നമ്മുടെ മക്കളായി നമ്മളെല്ലാവരും കരം വെച്ച് പ്രാർത്ഥിച്ചു. കിഡ്നിയുടെ മുകളിൽ ഏതോ ഒരു മുഴയാണ്. പുള്ളിക്കാരനെ ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് മെഡിക്കൽ കോളേജ് പറഞ്ഞത്. പ്രൈസ്തലോ. പക്ഷെ ഇവിടെ വന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ചെക്ക് ചെയ്യാൻ പോയപ്പോൾ പറഞ്ഞു, തൽക്കാലം ഓപ്പറേഷൻ ഒന്നും വേണ്ട. അതാ സാക്ഷ്യം. അതാ ഇവിടെ വന്ന് പറഞ്ഞത്. അങ്ങനെ പറയിപ്പിക്കണമെങ്കിൽ ലോകത്തിലെ ഒരു ദൈവങ്ങൾക്കും പറ്റത്തില്ല, എന്റെ യേശുവിന് മാത്രമേ. നിന്റെ ശരീരത്തിലെ ക്യാൻസറിന്റെ അണുവിനെ ദഹിപ്പിച്ചു കളയുന്നത് യേശുവിന്റെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളോടുകൂടിയ എക്സ്റേസിനേക്കാളും ശക്തിയുള്ള ക്രിസ്തുവിന്റെ കണ്ണ് നിന്റെ അന്തരംഗത്തെ മെനഞ്ഞ ദൈവം അവിടേക്ക് നോക്കിയിട്ട് ദഹിപ്പിച്ചു കളയും നിന്റെ ശരീരത്തിലെ ക്യാൻസറിന്റെ അണുവിന്. ഹല്ലേലൂയ. അതിന് ശക്തൻ നമ്മൾ വെളിപാട് പുസ്തകത്തിൽ വായിക്കുന്ന ആ ക്രിസ്തുവാണ്. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളോട് കൂടിയവൻ. അവന് നമ്മുടെ അന്തരംഗത്തെ മുഴുവനും കണ്ടോണ്ടിരിക്കുക. അത് നോക്കി ദഹിപ്പിച്ചു കളയും. ഹല്ലേലൂയ. പാപം, രോഗം, ശാപം ഇതെല്ലാം ഏറ്റുകൊണ്ട ക്രിസ്തു ക്രൂശിന്മേൽ മരിച്ചത്. ആ കർത്താവിനെയാണ് ഇന്ന് നമ്മൾ ഇവിടെ ആരാധിച്ചത്. നമ്മൾ സമയമൊക്കെ മാറ്റിവെച്ച്, നമ്മുടെ പണത്തുകയെല്ലാം മാറ്റിവെച്ച്, 1 ദിവസത്തെ ജോലിയെല്ലാം മാറ്റിവെച്ച്, നിന്റെ കുഞ്ഞിന് അസുഖം വന്നാൽ 10 ദിവസം ജോലി കളഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നാലും, 10 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നാലും കിടക്കത്തില്ല. 10 അല്ല, കുടുംബം തറവാടാക്കും. അതുവരെ സാത്താൻ നമ്മളെ ഇട്ട് കറക്കും. ആ സമയത്ത് സഭയിലെ യോഗങ്ങളെ നീ ഉപേക്ഷയായി വിചാരിക്കരുത്. സമയമുണ്ടെങ്കിൽ അതും ഇതൊന്നും പറയാതെ 3 ദിവസം വെച്ചാൽ 1 ദിവസമെങ്കിലും വന്ന് അതിൽ സംബന്ധിക്കണം. എന്റെ കർത്താവ് നിന്നെ മാനിക്കും. പ്രൈസ് ദി ലോർഡ്. ശരിയല്ലേ? യേശു പറഞ്ഞത്, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. അങ്ങനെ പറഞ്ഞു, എന്നെ മാനിക്കുന്നവന്. യേശു ഇവിടെ വന്നിട്ട് നിങ്ങളോട് പറയാനായിട്ടൊന്നും പറ്റത്തില്ല. യേശു സംസാരിക്കുന്നത് എന്നിലൂടെയാണ്. ആ ഇടയനിലൂടെയാണ് ആത്മാവ് സംസാരിക്കുന്നത്. ഇടയൻ സംസാരിക്കുമ്പോൾ യേശുവാ സംസാരിക്കുന്നത്. ഇത് വെച്ചോണ്ടാ ദൈവം ന്യായം വിധിക്കുന്ന ഒരു ദിവസം. നിന്റെ ദൈവദാസൻ സംസാരിച്ചത് ഞാൻ സംസാരിച്ചത്. നീ അനുസരിച്ചെങ്കിൽ എന്നെ നീ അനുസരിച്ച ദൈവദാസൻ പറഞ്ഞപ്പോൾ അവിടെയാണ് നിങ്ങൾക്ക് പരാജയം വരുന്നത്. ഈ പറയുന്നത്
യേശു ഇവിടെ നിന്നുകൊണ്ട് പറയത്തില്ല. ചിലപ്പം യേശു ഇങ്ങനെ ശരീരം കൊണ്ടിവിടെ നിന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മളെല്ലാവരും അനുസരിച്ചത്, നമ്മളെല്ലാവരെയും കൂട്ടിക്കൊണ്ട് വന്നത്. 3-ന് നമ്മൾ 10 ദിവസം വേണം ഇരിക്കും. പ്രിയ ദൈവമക്കളെ, യേശുവിന് പകരം യേശുവിന്റെ ആത്മാവായി സംസാരിക്കില്ല. ഈ സഭയ്ക്കകത്ത് നിങ്ങൾ ഇതിന്റെ കീഴിൽ വന്നിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനെ അനുസരിച്ചാൽ നമുക്കതിന്റെ അനുഗ്രഹം പ്രാപിക്കാൻ പറ്റും. ഹല്ലേലൂയ. അതിനെ ഇവിടെ കേട്ടോണ്ടിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന സാക്ഷ്യം കേട്ടില്ലേ? ക്യാൻസറോ അസുഖങ്ങളോ ഒക്കെ മാറ്റാൻ കഴിവുള്ളവനല്ലേ നമ്മുടെ ദൈവം. അവൻ മരിച്ചു മൺമറഞ്ഞു പോയവനല്ല, അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ദൈവമാണ്. ലോകത്തിൽ അങ്ങനെ ഒരാളേ ഇല്ല, യേശു മാത്രം. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, മുസ്ലിമിന്റെ കയ്യിലായിരുന്നു ആ സ്ഥലം. ഇപ്പോൾ യേശുവിന്റെ കല്ലറ. പക്ഷെ അവരത് അടച്ചു കൂട്ടിയില്ലല്ലോ, കൂട്ടാൻ പറ്റത്തില്ല. ഇന്നും അത് തുറന്നു വെച്ചിരിക്കുക. അവിടെ എഴുതിയിട്ടുണ്ട്, അത് ഒരു മരണത്തിനോ ഒരു റോമ കല്ലറയ്ക്കോ അവരെ പിടിച്ചടക്കി വെക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. യേശു ലോകത്തിലായിരുന്നപ്പം നമുക്കറിയാം ഒത്തിരി പുസ്തകങ്ങളുണ്ട് ഈ ലോകത്തിൽ. നമ്മളാരും അതിനൊന്നും വിശ്വസിക്കുന്നവരല്ല. ഗീതയോ ഖുറാനെയോ പിന്നെ ഭഗവത്ഗീതയോ രാമായണമോ ഇതൊന്നും നമ്മളാരും ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങളാരും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനും എൻ്റെ കുടുംബവും നമ്മളെ നിങ്ങളുടെ ഞാനും എൻ്റെ കുടുംബം യോശുവ പറഞ്ഞതാ. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ? ആ തീഷ്ണതയുണ്ടോ? അതോ ഇങ്ങനെ നമ്മുടെ മതിലെ വെച്ചിരിക്കുന്ന തേങ്ങ പോകാണ്, അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ? ആ ഉറപ്പും ധൈര്യവും സ്ഥിരതയും നമുക്ക് വേണം. അതെല്ലാം ഈ ലോകത്തിൽ വന്ന് മൺമറഞ്ഞു പോയവരുടെ കഥകളാണ് അല്ലേ? ഉയർത്തെഴുന്നേറ്റ് ആരെങ്കിലും എല്ലാവരും നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും? ആർക്കാ പറയാൻ അറിയാൻ മേലാത്തത്? നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാർക്ക് കുറച്ചു നാളൊക്കെ ലോകത്തിൽ ജീവിച്ച് നല്ല നല്ല കാര്യങ്ങൾ പറയാൻ എല്ലാവർക്കും അറിയാം. അതിന് വേറെ ആൾക്കാർ വരണമെന്നൊന്നുമില്ല. പക്ഷെ മരണത്തെ ജയിക്കുന്ന ആരാ? പാപത്തിന് വേണ്ടി മരിച്ചവനാരാ? ഇവിടെ പറഞ്ഞില്ലായിരുന്നോ? സാബു സാർ പറഞ്ഞല്ലോ, തിരുവെഴുത്തിൻ പ്രകാരം ഭൂമിയിൽ ജനിച്ചു, തിരുവെഴുത്തിൻ പ്രകാരം ജീവിച്ചു, തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു, തിരുവെഴുത്തിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു, ഇനി തിരുവെഴുത്തിൻ പ്രകാരം വീണ്ടും പറയും. അങ്ങനെ ലോകത്തിൽ ആരുമില്ലെന്ന്. ഒരു മാതാവില്ല, ഒരു അവസരപിതാവില്ല, ഒരു ധാരണായുസില്ല, ഒരു മതഗുരുക്കന്മാരും ഇല്ല ലോകത്തിൽ. ഒരാൾ പോലുമില്ലെന്ന്. തിരുവെഴുത്ത് ആർക്കുമില്ല, യേശുവിനെ ഉള്ളൂ. എന്താ തിരുവെഴുത്ത്? യേശു ജനിക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് വാൽമീകി എഴുതിയതുപോലല്ല, ഖുറാനിൽ അബ്ദുള്ള എഴുതിയതുപോലല്ല, ഒരു വ്യക്തിയാൽ എഴുതപ്പെട്ടതല്ല നമ്മുടെ ഗ്രന്ഥം. നമ്മുടെ ഗ്രന്ഥം രാജാക്കന്മാരും ആട്ടിടയന്മാരും പിന്നെ കൃഷിക്കാരും എല്ലാവരും പല സമയത്ത് പലയിടത്തിരുന്ന് എഴുതിയ പുസ്തകങ്ങൾ. ബൈബിൾ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പുസ്തകങ്ങളുടെ കൂട്ടം. ബൈബിളിന്റെ അർത്ഥം എന്താ? ബൈബിളിന്റെ അർത്ഥം എല്ലാവരും പറഞ്ഞേ. പുസ്തകങ്ങളുടെ കൂട്ടം. അതാ ബൈബിൾ എന്ന് പറഞ്ഞു. ബൈബിൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി പുസ്തകങ്ങളാണ്. അതിനകത്ത് ഒത്തിരി കേൾക്കാമല്ലോ. ആമോസ് ഒരു കൃഷിക്കാരൻ, കൃഷി അത്തിപ്പഴമൊക്കെ പ്രതിക്കൊണ്ട് നടത്തുന്നയാളാണ്. അതേ പുള്ളിക്കാരൻ ആട്ടിടയന്. ചിലര് രാജാക്കന്മാര്, ആട്ടിടയന്മാര്, കൃഷിക്കാര്, മുക്കുവന്മാര്, വിവിധ മേഖലകളിൽ ജോലിയെടുത്തിരുന്ന ആൾക്കാര് വിവിധമായ കാലഘട്ടങ്ങളിൽ പല സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഒരു വ്യക്തിയെ കുറിച്ച് എഴുതി. അല്ലാതെ വാൽമീകി എഴുതിയവരല്ല, രാമായണം എഴുതിയവരല്ല. അതെനിക്ക് എഴുതാം. ഒരു തന്നെ ഇരുന്നോണ്ട് ചരിത്രം എഴുതിയ എങ്ങനെ വേണമെങ്കിലും എഴുതാറുണ്ട്. അതല്ലല്ലോ ബൈബിൾ എന്ന് പറയുന്നത്. ബൈബിൾ എന്ന് പറയുന്നത് വ്യത്യസ്ത ജനങ്ങൾ, പല ഗ്രേഡിലുള്ള ആൾക്കാർ ലോകത്തിന്റെ പല ഭാഗത്തിരുന്ന് ഇതിന് എഴുതിയ പുസ്തകത്തിന്റെ കൂട്ടമാണ് ബൈബിൾ എന്ന് പറയുന്നത്. അതെല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് നോക്കിയപ്പോൾ ഒറ്റയാളിനെ കുറിച്ചാണ് പറഞ്ഞത്. ഒരാളിനെ കുറിച്ച് ആശയം ഒന്നു തന്നെ. അത് ഞാനും നിങ്ങളും ഇന്നിവിടെ ആരാധിച്ച യേശുവിനെ കുറിച്ചാണ്. അങ്ങനെ ഒരു പുസ്തകം ഭൂമിയിലില്ല. വാൽമീകി ഇരുന്ന് രാമായണം എഴുതി ഇല്ലേ?
ഓരോരുത്തരും അവരവരുടെ ചരിത്രങ്ങളൊക്കെ ഇരുന്നു അവരവർ ഇതൊക്കെ എഴുതി അങ്ങനെയാണ് ഖുർആനൊക്കെ എഴുതി ഓരോരുത്തർ ഓരോ ആൾക്കാർ എഴുതുന്നു. അങ്ങനെ എഴുതാൻ ഏത് പുസ്തകവും എനിക്ക് എഴുതാൻ ഒരു പുസ്തകം ഇത് അങ്ങനത്തെ പുസ്തകമൊന്നുമല്ല. അതുകൊണ്ടാണ് മുക്കുവനായ പത്രോസ് ഒരു കാര്യം പറഞ്ഞത്. ഈ വേദപുസ്തകത്തെ കൈ ഒടുമ്പോൾ ഒരു കാര്യം ഓർക്കണം. പല കാലഘട്ടങ്ങളിൽ ദൈവത്തിന്റെ മനുഷ്യൻ ദൈവാത്മാവിനാൽ പ്രേരിതരായി സംസാരിച്ച കാര്യങ്ങളാണ് എഴുതപ്പെട്ടെന്ന് ഓരോ വ്യക്തിയും ബൈബിളെ തൊടുമ്പോൾ ഇങ്ങനെയാണ്. പല കാലങ്ങളിൽ പല മനുഷ്യർ ദൈവാത്മപ്രേരിതരായി എഴുതപ്പെട്ട പുസ്തകമാണ് ബൈബിൾ എന്നുള്ളത്. ഈ തിരുവചനം തിരുവെഴുത്തുകൾ തിരുവെഴുത്ത് സ്വതമേ വന്നതല്ല. അങ്ങനെ പറഞ്ഞു, തിരുവെഴുത്ത് സ്വതമേ വന്നതല്ല. ദൈവത്തിന്റെ മനുഷ്യൻ ആത്മപ്രേരിതരായി എഴുതപ്പെട്ടതാണെന്ന് ഒന്നാമത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന പുസ്തകം ആദ്യം പിള്ളേരെ പഠിപ്പിക്കുന്നത് അവിടെ ഇരുന്ന് പഠിക്കുന്ന കണ്ടില്ല. കുഞ്ഞുങ്ങളെ വിടണം. ഇത് കഴിയുമ്പോൾ മാതാപിതാക്കന്മാരെ ശ്രദ്ധിക്കണം. നമ്മുടെ പിള്ളേർക്ക് ഒന്നും ഇത് കിട്ടിയിട്ടില്ല, നമുക്കും കിട്ടിയിട്ടില്ല. തലമുറ അടുത്ത തലമുറ നമ്മുടെ കണ്ണടഞ്ഞു പോയാൽ ഇതുങ്ങൾ വേണം ഈ യേശുവിനെ ഈ പട്ടണത്തിൽ ഉയർത്താൻ. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ ചെറുപ്പം മുതലേ അഭ്യസിപ്പിക്കണം. വൃദ്ധനായാലും വൃദ്ധമാകത്തില്ല. അല്ലേ ഇല്ല, അത് അവിടെ നിന്ന് പഠിപ്പിക്കണം നീ പറയുന്നു. സ്തോത്രം. നമുക്കൊരു സമയം നമ്മുടെ മുമ്പിൽ ഒത്തിരി ഉണ്ട്. കുറച്ച് വാക്യങ്ങളൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 15-ന്റെ 54-55. 1 കൊരിന്ത്യർ 15-ന്റെ 54-55. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് മരണം. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഇതാരെങ്കിലും ഒന്ന് കാണിച്ചിട്ടുണ്ട്? മുഹമ്മദ് നബി കാണിച്ചില്ലല്ലോ, കാർൽ മാർക്സ് കാണിച്ചില്ലല്ലോ, പിന്നെ ഗാന്ധി കാണിച്ചില്ലല്ലോ. എല്ലാം മൂടിക്കിടക്കുകയല്ലോ, എല്ലാവരും മൂടിക്കിടക്കുക. അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും ഹേ മരണമേ, നിന്റെ ജയം എവിടെ? മരണമാണ്. മരിച്ച് നിത്യ നരകത്തിലേക്ക് മനുഷ്യനെ തള്ളിക്കളയുക സാത്താൻ. അതിനെ ജയിപ്പിക്കണം. അപ്പൊ അതുകൊണ്ട് ഉയർപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന് പ്രാധാന്യമുണ്ടോ? ഉണ്ടോ ഇല്ലേ? ഉണ്ട്. കാരണം എന്താ? നമ്മളെല്ലാം മരിക്കും. മരിച്ചെങ്കിൽ നമ്മൾ ഒരു ദിവസം എന്ത് ചെയ്യണം? ഉയർത്തുന്നില്ലെങ്കിൽ ആരെങ്കിലും യേശുവിന്റെ പുറകെ നടക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ വല്ല പരിപാടിയായിട്ട് നടക്കാം. വേറെ എത്രയോ ദൈവങ്ങളുണ്ട് ഇല്ലേ? മുസ്ലിമിന്റെ പുറകെ പോയ കുറെ കാശോടെ കിട്ടുന്നൊക്കെയാണ് പറഞ്ഞത്. ഞാനാണ് ആദ്യം പോയത്. എന്റെ പുറകെ കുറെ കാശ് കിട്ടുന്ന പണി. അപ്പൊ ഇത് അതിന്റെ പുറകെ പോയാൽ പറ്റത്തില്ലല്ലോ. അന്നേപ്പത്തിന്റെ പണിയല്ലല്ലോ. മരണം വരത്തില്ലേ? മരണത്തെ ജയിക്കട്ടെ. ഇന്നോ നാളെയോ നീ മരിക്കും, ഞാൻ മരിക്കും. പക്ഷെ ഇതിനെ മരണത്തെ ജയിച്ചു കാണിക്കുന്ന ഒരുത്തൻ വിളിച്ച് പറയുക പൗലോസ്, ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? ഇത് വിളിച്ചു പറയാൻ ക്രിസ്തുവുള്ളവനെ പറ്റുള്ളൂ. ക്രിസ്തുവുള്ളവന് മാത്രമേ, ക്രിസ്തു ദൈവമായിരിക്കുന്നവന് മാത്രമേ മരണത്തിന്റെ മേലൊരു ജയമുള്ളൂ. ഇവിടെ ഓർപ്പിച്ചായിരുന്നു, സാർ ഓർപ്പിച്ചായിരുന്നു 2-3 വചനം. യേശു ലോകത്തിലായിരുന്നപ്പോൾ തന്നെ പറഞ്ഞു ഇല്ലേ? പറഞ്ഞില്ലേ? ഞാൻ ഉയർത്തുന്നു പറഞ്ഞു. അങ്ങനല്ലേ പറഞ്ഞു? വേറെ ആരെങ്കിലും ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ജീവനോടിരിക്കുമ്പോ അത് പറയുകയാണെങ്കിൽ നമുക്കൊന്ന് അയാളുടെ പുറകെ പോകരുത്. ഉയർത്തുകയാണെങ്കിൽ നമുക്ക് ഞാൻ ആദ്യം വേണം പോയി കണ്ടു. പക്ഷെ ഒരാളെങ്കിലും ഒന്ന് പറയണ്ടേ? പക്ഷെ ഒരാൾ പറഞ്ഞു. എങ്ങനെയാ പറഞ്ഞത്? മത്തായി 2-ന്റെ 16-ന്റെ 1 മുതൽ 4 വരെ.
അനന്തരം പരീശന്മാരും സദൂക്യരും അടുക്കെ വന്ന് ആകാശത്തു നിന്ന് ഒരു അടയാളം കാണിച്ചു തരണമെന്ന് അവനെ പരീക്ഷിച്ചു ചോദിച്ചു. അവരോട് അവൻ ഉത്തരം പറഞ്ഞത്, സന്ധ്യാസമയത്ത് ആകാശം ചുവന്നു കണ്ടാൽ നല്ല തെളിവാകുമെന്നും രാവിലെ ആകാശം മൂടി ചുവന്നു കണ്ടാൽ ഇന്ന് മഴക്കോൾ ഉണ്ടാകുമെന്നും നിങ്ങൾ പറയുന്നു. ആകാശത്തിന്റെ ഭാവം വിവേചിപ്പാൻ നിങ്ങൾ അറിയുന്നു, എന്നാൽ ലക്ഷണങ്ങളെ വിവേചിപ്പാൻ കഴിയുകയില്ലയോ? ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു. യോനയുടെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കുകയില്ല. പിന്നെ അവൻ അവരെ വിട്ടുപോയി. ചില പുള്ളിക്കാർ വരും, ഒരു അത്ഭുതം കാണിക്കാമെങ്കിൽ ഞങ്ങൾ പുറകെ വരാം. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അത്ഭുതമൊക്കെ കാണുകയാണെങ്കിൽ ഞങ്ങൾ സഭയിലോട്ട് വരാം, ആരാധിക്കാം എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ അന്നത്തെ കാലത്ത് കുറെ നേതാക്കന്മാരുണ്ടായിരുന്നു. യേശുവിൻ്റെ അടുത്ത് വന്നു ഒരടയാളം കാണിക്കാൻ പറ്റും. അപ്പൊ യേശു ആരാ? മോൻ. യേശു പഴയ നിയമം എടുത്തത് ഏത് പുസ്തകം എടുക്കണമെന്ന് അറിയാം. യേശു ജനിക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പുസ്തകം എഴുതി വെച്ചിട്ടുണ്ട്, യോനയുടെ പുസ്തകം. കർത്താവ് പറഞ്ഞ അത്ഭുതമൊന്നും കാണിക്കില്ല, ഒറ്റ അത്ഭുതമേ ഉള്ളൂ. മനുഷ്യപുത്രൻ യോന തിമിംഗലത്തിന്റെ വയറ്റിൽ കടന്ന പോലെ മനുഷ്യപുത്രൻ 3 രാവും പകലിൽ കടക്കുന്നു. അത് തന്നെയാണ് നിങ്ങൾക്കുള്ള അടയാളം. മനസ്സിലായവരുടെ അല്ലെങ്കിൽ പറഞ്ഞു. അപ്പൊ പഴയ നിയമത്തിൽ യോന 3 ദിവസം കടന്നത് ആരെ കാണിക്കാനായിട്ടാണ്? യേശു ക്രിസ്തുവിന്റെ കല്ലറവാസത്തെ കാണിക്കുകയായിരുന്നു. അതാ യേശു പറഞ്ഞത്, പഴയ നിയമത്തിൽ മോശയുടെ പുസ്തകങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും എന്നെ കുറിച്ച് എഴുതി വെച്ചിരിക്കുക. അപ്പൊ ഉയർപ്പിനെ കുറിച്ചും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു യോനയുടെ പുസ്തകത്തിൽ. നമ്മളെല്ലാം യോനായെ പറ്റി പഠിക്കുമ്പോൾ എന്തുവാ പഠിക്കുന്നത്? ഓ, യോനായ അനുസരണം കെട്ടവനായിരുന്നു, ഇല്ലേ? അവന് നിനവയിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ തർസീസിലേക്ക് പോയി. അവനെ ഒരു വലിയ തിമിംഗലം വിഴുങ്ങി. അങ്ങനെ അവന് അനുസരണം കെട്ടവൻ ആ വയറ്റി കടന്ന് ദൈവത്തോട് കടന്ന് നിലവിളിച്ചു. ദൈവം യോനയുടെ പ്രാർത്ഥന കേട്ട് അവനെ ശാസിച്ചു. എന്നാൽ 4 ദിവസം കണക്കായിരുന്നു. എന്നാൽ 4 ദിവസം കണക്കായിരുന്നു, 3 ദിവസം. എന്റെ കുഞ്ഞെ യോനായെ പഠിപ്പിക്കാനല്ല, വരാൻ പോകുന്ന ക്രിസ്തുവിനെ പഠിപ്പിക്കാനല്ല. പറഞ്ഞാൽ മനസ്സിലായോ? എബ്രാഹവും ഇസ്ഹാഖും യാക്കോബും ഇപ്പൊ ഞാൻ നിങ്ങളെ എല്ലാ ദിവസവും ഗാഡ് ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്നില്ലേ? അതിനകത്തൊക്കെ ആരുണ്ട്? യേശു ഉണ്ട്. അപ്പൊ ഈ ഉയർപ്പിനെ കാണിക്കാനായിട്ടാണ് യോനയുടെ വയറ്റിൽ, യോന തിമിംഗലത്തിന്റെ വയറ്റിൽ എത്ര നാൾ കിടന്നു? പറഞ്ഞില്ലായിരുന്നു? 3 ദിവസം. പിടിയോ? പുള്ളി വിചാരിച്ചാൽ 2 ദിവസത്തിന് കഴിഞ്ഞാൽ കാണത്തില്ല. എന്നാ പ്രാർത്ഥിച്ചാലും പുള്ളി എന്നാ ഉപവസിച്ച് പ്രാർത്ഥിച്ചാലും 4-ാം ദിവസവും കാണത്തില്ല. പിന്നെ എപ്പോഴേ കാണത്തുള്ളൂ? 3 ദിവസം കഴിഞ്ഞു. അത് യോനായിട്ടുള്ള ഇതല്ല, ദൈവത്തിന് ഒരാളെ കാണിക്കാനുണ്ട്. എന്റെ യേശുവിനെ കാണിക്കാൻ. യേശു പറയാ, ഏറ്റവും വലിയ അടയാളം യോനയുടെ അടയാളമാണ്. യോന മത്സ്യത്തിന്റെ വായിൽ 3 രാവും 3 പകലും കടന്നതുപോലെ മനുഷ്യപുത്രനും കല്ലറയ്ക്കകത്ത് കിടക്കണം. 3-ാം ദിവസം അവൻ പുറത്തു വരും. അത് മാത്രമേ ലോകത്തിന് കൊടുക്കാനുള്ള അടയാളമുള്ളൂ. അപ്പൊ ഇതൊരു വലിയ അടയാളമാണ്. ഇന്ന് പലസ്തീനായി ഒരു കല്ലറ തുറന്നിരിക്കുന്നത് ലോകമെല്ലാം പോയി കണ്ടോണ്ടിരിക്കുക. ലോകത്തിലെ മഹാന്മാരുടെ കല്ലറകൾ അടച്ചു പൂട്ടിയിട്ടിരിക്കുമ്പോൾ, അവരുടെ അസ്ഥികൾ അകത്ത് കിടക്കുമ്പോൾ, മരിച്ചുയർത്തെഴുന്നേറ്റ് പുറത്തു വന്ന ജയാളിയായ ക്രിസ്തു ഇവിടെ ഇല്ല എന്ന് യേശുവിന്റെ കല്ലറയിൽ എഴുതിയിട്ടുണ്ട്. ആ ദൈവത്തെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? നമുക്ക് ധൈര്യത്തോടെ പറയാം. എല്ലാവരും ഒന്ന് പറഞ്ഞു, ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? നമുക്ക് ധൈര്യത്തോടെ പറയാൻ സാധിക്കും. ആ വിശ്വാസത്തോടെ ജീവിച്ചാൽ നിന്റെ ജീവിതം ഘട്ടങ്ങളുള്ളതാണ്. ലോകത്തിൽ നല്ലതാണ്. എങ്കിലും നീ അധൈര്യപ്പെടണ്ട. ഞാനോ ലോകത്തെ ജയിച്ചവൻ എന്ന് പറയുന്നത്. നിനക്ക് പരങ്ങി ജീവിക്കേണ്ട ആവശ്യം വരത്തില്ല. ലോകത്തെ ജയിച്ചവൻ നമ്മുടെ ഉള്ളിലുണ്ട്. നീ പോകുന്നിടത്തും ജയം തന്നെയായിരിക്കും, തോൽവി കാണത്തില്ല. കർത്താവ് ഒരു ദിവസം യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ളവർ. എന്നാൽ യഹൂദന്മാർ അവനോട്, നിനക്ക് ഇങ്ങനെ ചെയ്യാം എന്നതിന് നീ എന്ത് അടയാളം
കാണിച്ചു തരും എന്ന് ചോദിച്ചു. യേശു അവരോട്, ഈ മന്ദിരം പൊളിപ്പിൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയുമെന്ന് ഉത്തരം പറഞ്ഞു. യഹൂദന്മാർ അവരോട്, ഈ മന്ദിരം 46 സംവത്സരം കൊണ്ട് പണിതിരിക്കുന്നു, നീ 3 ദിവസത്തിനകം അതിനെ പണിയുമോ എന്ന് ചോദിച്ചു. അവനോ തന്റെ ശരീരം എന്ന മന്ദിരത്തെക്കുറിച്ച് അത്രേ പറഞ്ഞത്. അവൻ ഇത് പറഞ്ഞ് എന്ന് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർ ഓർത്ത് തിരുവെഴുത്തും യേശു പറഞ്ഞ വചനവും വിശ്വസിച്ചു. യേശു പറഞ്ഞു അല്ലേ, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതില്ല, ഈ ആലയമെല്ലാം തകർന്നു പോകും എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നിനക്ക് അതൊക്കെ ചെയ്യാനായിട്ട് എങ്ങനെ സാധിക്കും? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് കർത്താവ് പറയുക, ഈ മന്ദിരം ഏത് മന്ദിരത്തെ കുറിച്ചാണ് പറഞ്ഞത്? തന്റെ ശരീരമാകുന്ന മന്ദിരം ഇത് പൊളിപ്പിൽ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. അത് പരസ്യമായിട്ട് അല്ലേ, ഭയങ്കര ഓശാനയൊക്കെ നടത്തി അവിടെ സന്തോഷകരമായ ദിവസമായിരുന്നു. അവിടെയോട്ട് കയറി വരുമ്പം പ്രാക്കളയൊക്കെ കിട്ടിയ അതിനെല്ലാം അടിച്ച് പുറത്താക്കിയപ്പം ഇവരൊക്കെ എന്തൊരു ധൈര്യമാണ്, എന്തൊരു അധികാരമാണ്. പള്ളിക്കകത്ത് കച്ചവടം, അവരെല്ലാം അടിച്ച് പുറത്താക്കിയപ്പോൾ പ്രാവിനെയും പൈസയെല്ലാം അടിച്ച് എൻ്റെ പിതാവിൻ്റെ ആലയം, പ്രാർത്ഥനാലയം നിങ്ങളത് ഗുണ്ടാസ്ഥലമാക്കി മാറ്റിയിരിക്കുകയാണ്. എല്ലാത്തിനെയും അടിച്ച് പുറത്താക്കി. നീ ഇതൊക്കെ ചെയ്യുന്നത് ഏത് അധികാരത്തോടാണ്? അത് ഈ മന്ദിരം പൊളിച്ചു 3-ാം നാൾ ഉയർത്തുന്നു. തന്റെ ദേഹം എന്ന മന്ദിരമാണ് പറഞ്ഞെന്നുള്ളത് ശിഷ്യന്മാർക്ക് പിന്നീട് മനസ്സിലായി. 3-ാം ദിവസം ഉയർത്തപ്പോൾ 1 Corinthians 15:3 മുതൽ 8 വരെ. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം കേട്ടോ, യേശു മരിച്ചത് പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് മരിക്കുകയില്ലായിരുന്നു. പിന്നെ എങ്ങനെയാ? പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ തിരുവെഴുത്തിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. കേഫാവിനും പിന്നെ പന്തിരുവർക്കും, ആദ്യം കേഫാവിന് പ്രത്യക്ഷമായി, പിന്നെ പന്തിരുവർക്ക് പ്രത്യക്ഷനായി. എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക്. ഇത് ഒളിവിൽ നടന്ന പരിപാടിയൊന്നുമല്ല ഉയർപ്പ്. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന യെരൂശലേമിൽ ഉണ്ടായിരുന്ന 500ഓളം ആൾക്കാർക്ക് പ്രത്യക്ഷനായി. അതിനുശേഷം അവർ മിക്കപേരും ഇന്നുവരെ ജീവനോടെ, അവരിൽ മിക്കപേരും ഇപ്പോഴും ജീവനോടിരിക്കുന്നു. ചിലരോ നിദ്ര പ്രാപിച്ചു. പൗലോസ് പറയുക കേട്ടോ, ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, എല്ലാവരും അറിഞ്ഞ കാര്യമാണ്. അകാല പ്രജ എന്നോണം എനിക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും പ്രത്യക്ഷനായി. യേശുവിന്റെ മരണം കാണാൻ തന്നെ ഒരു 10-30 ലക്ഷം ജനം പെസഹ പെരുന്നാളിന് വന്നിട്ടുണ്ട്. യേശുവിന്റെ ഉയർപ്പും അങ്ങനെ തന്നെ എല്ലാവരും അറിഞ്ഞത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലിത്. ഇല്ല, നമ്മൾ സേവിക്കുന്ന ദൈവം നമുക്ക് പ്രാഗൽഭ്യം ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതവും അങ്ങനെ തന്നെ കിടക്കും. വല്ല രോഗമോ വല്ല ദാരിദ്ര്യമോ വല്ല ഭീരത്വം ഒക്കെ ആയിട്ട് മരിച്ചു പോകും. ഈ ക്രിസ്ത്യാനിയായിട്ട് ഒരു വിശേഷവും ഇല്ല. അല്ല, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന ധൈര്യം നിനക്കുണ്ടോ? നിന്റെ തല ഉയർന്നിരിക്കും. അല്ലെങ്കിൽ നിന്റെ ജീവിതം ചത്തേ ചതഞ്ഞെന്ന് പറഞ്ഞു ഒന്നും കാണത്തില്ല. അതിന് നല്ലത് പഴയ വല്ല ഹിന്ദുവോ വല്ല മുസ്ലിമോ വല്ല കത്തോലിക്കനൊക്കെ ആയിട്ട് ജീവിച്ചാൽ. ഇന്നിപ്പം രാവിലെ കത്തോലിക്കയിലാണെങ്കിൽ പാലപ്പവും പിന്നെ ആട്ടിറച്ചിയൊക്കെ തിന്ന് ഭയങ്കര പരിപാടിയാണ്. അതൊക്കെ തിന്നങ്ങ് ജീവിക്കായിരുന്നു. അങ്ങനല്ലേ? പാലപ്പവും ആട്ടിറച്ചിയൊക്കെ തിന്നങ്ങനെയായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ രാവിലെ ആ പരിപാടി. ഈസ്റ്റർ തന്നെ രാവിലെ പ്രൈസ്തലോ പാലപ്പവും ആട്ടിറച്ചി. ഇവിടെ പറഞ്ഞു പാലപ്പവും ആട്ടിറച്ചി മാത്രമല്ല, ഉച്ചയാകുമ്പോഴത്തേക്ക് കള്ളും കാണുന്നു അല്ല. അതൊക്കെയായിരുന്നു ഈസ്റ്ററിന്റെ ആഘോഷം. ഇപ്പൊ ഈസ്റ്ററിന്റെ ആഘോഷം അതല്ല. ഇപ്പൊ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എന്നിൽ വസിക്കുന്നതാ ഈസ്റ്ററിന്റെ ആഘോഷം. അതെല്ലാം പോയി. കത്തോലിക്കനുണ്ട് ദുഃഖവെള്ളിയാഴ്ച എന്താണെന്നറിയാം, പള്ളിയിൽ പള്ളിക്ക് ചുറ്റും നടന്ന് കല്ലും ചുമന്ന് പിന്നെ അവിടെ പാവയ്ക്ക ഇടിച്ച് അതിൻ്റെ കൈപ്പിടിയിൽ കുടിച്ച്
ഇന്നലെയല്ല അതായിരുന്നു പണി, ഇന്ന് കണ്ണൂരി അങ്ങനെ ഉണ്ട് പണി. എന്നാ ഡ്യൂപ്ലിക്കേറ്റ് ഡ്രാമ നടത്തിക്കൊണ്ടിരുന്നറിയാം. പക്ഷേ ആ ഡ്യൂപ്ലിക്കേറ്റ് ഡ്രാമയ്ക്കകത്തുമെല്ലാം ദൈവം നമ്മളെ രക്ഷിച്ചതോർത്ത് പ്രിയ ദൈവമക്കളെ എത്രമാത്രം ഈ ദൈവത്തെ ശ്രദ്ധിക്കണം. നമുക്ക് ഈ ചുറ്റും കിടക്കുന്ന എല്ലാം മൊത്തമാണ്. അത് ഈ മതമെന്ന് പറഞ്ഞ ആചാരമാണ് കേട്ടോ. മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും ആചാരം എടുത്ത് മാറ്റി കഴിഞ്ഞാൽ മതം താഴെ പോകും. എല്ലാവരും ഉറക്കെ പറഞ്ഞേ, ആചാരം മാറ്റിയാൽ മതം താഴെ പോകും. ഉറക്കെ പറഞ്ഞു. അതല്ലേ മാർഗനാസ് പറഞ്ഞത്, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പ. എന്താ ഈ കറുപ്പെന്ന് പറഞ്ഞത്? അഫീം എന്ന് പറഞ്ഞ ലഹരിയ എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ ഉടനെ പെസക ആചാരം പിന്നെ കർത്താവിനെ പൊക്കിക്കൊണ്ട് നഗരി കാഴ്ച, അത് കഴിയുമ്പോൾ ഉയർപ്പ്. അതല്ലേ ഇവിടെ ജോർജ് കുഞ്ഞാൻ പറഞ്ഞു മാതലയില്. ഇപ്പൊ ജോർജ് കുഞ്ഞാൻ ഇവിടെ സാക്ഷ്യം പറഞ്ഞു, ഞാൻ മാതലപ്പള്ളിയിലാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. മാതലപ്പള്ളിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അവിടെ ടേബിളിന്റെ അടിയിലായിരുന്നു. എവിടെയോ ഒരു ടേബിളിന്റെ അടിയിൽ എനിക്ക് തോന്നി ഇവിടെ അടിപ്പോയി പാത്തിരിക്കേ പറ്റുക. നടുക്കൊരു നിശ്ചയമുണ്ട്. ഒരു ഉയർത്തെഴുന്നേറ്റ ഒരു യേശു ക്രിസ്തുരാജന്റെ ഒരു പടം, ഒരു വിഗ്രഹം. യോഗന്റെ പണിയാണ്. മേശയുടെ അടിയിൽ ഇങ്ങനെ പൊക്കുക, ആളടിയിലിരിക്കും, ഉയർത്തുക. ഈ പണിയായിരുന്നു അവിടെ മാതലപ്പള്ളിയിൽ ഇല്ലേ? നമ്മുടെ ഉണ്ട് ചങ്ങനാശ്ശേരി പള്ളിയിലും ഒക്കെ ഉണ്ട്. ഇങ്ങനെ യേശു ക്രിസ്തുരാജനെ ഉയർത്താൻ വിഗ്രഹമുണ്ട്. അതിനെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് വരിക. അപ്പൊ യേശുവിനെ ഉയർപ്പിക്കുന്നതും താഴ്ത്തുന്നതൊക്കെ ആരായിരുന്നു? നമ്മുടെ ജോർജ് കുഞ്ഞാനായിരുന്നെന്ന് ഞങ്ങൾ ഒത്തിരി ചിരിച്ചു കേട്ടോ. പുള്ളിയും ചിരിച്ച് ഞങ്ങളും ചിരിച്ചു. അങ്ങനെ ഒത്തിരി തമാശയായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ. അപ്പൊ നമുക്കിപ്പോ ആരെ ഉയർത്താൻ പോകണല്ലേ? നമ്മളെ ഉയർത്തുന്ന ഒരാൾ നമ്മുടെ സ്വയം മരണത്തെ ജയിച്ചവൻ നമ്മുടെ ദൈവമാണ്. നമുക്കിപ്പോ പൊക്കിക്കൊണ്ട് നടക്കേണ്ട ആവശ്യമുണ്ട്. എൻ്റെ ദൈവമേ, നമ്മൾ ഇന്നലെ ഞാൻ ടിവിയിലോ മറ്റോ കണ്ടു. എനിക്ക് സങ്കടം വരുന്നുള്ളതാണ്. നമ്മുടെ കർത്താവിൻ്റെ ഒരു വലിയ വിഗ്രഹം ഒരു മഞ്ചത്തിൽ കടത്തി വെറ്റിലയെല്ലാം എറിഞ്ഞ് കരഞ്ഞു പിടിച്ച് അതിൻ്റെ പോലെ ഈ കത്തോലിക്കൻ നടക്കുക. എൻ്റെ അതും ജീവനില്ലാത്ത ഇതൊക്കെ നമ്മൾ ചെയ്തത്. കർത്താവ് അതിൻ്റെ അകത്തുനിന്നെല്ലാം നമ്മുടെ വിചാരം നമ്മൾ ചെയ്തൊക്കെ ശരിയായിരുന്നെന്നാണ്. അതിൻ്റെ അകത്തുനിന്ന് നമ്മളെ ഇറക്കിക്കൊണ്ട് വന്നു. ക്രൈസ്തലോ ഓശാന ഞായറാഴ്ച പള്ളിയിൽ പോയ അച്ഛൻ, കല്യാണത്തിൽ അച്ഛനുണ്ട്, പുള്ളിക്കാരൻ അടിയോ ഓല വെച്ച്. കാരണം പിള്ളേർ മൂന്നാമത്തെ തന്നെ മരിച്ചോണ്ട് പോകും. ഇങ്ങനെയുള്ള എല്ലാ അനാചാരത്തിൻ്റെ അകത്തുനിന്നും നമ്മളെ എല്ലാം വിളിച്ച് കർത്താവ് പുറത്തു കൊണ്ടുവന്ന് ഈ ജീവനുള്ള ദൈവത്തെ ആത്മാവിൽ ആരാധിപ്പാൻ ആ 5 ഭർത്താവുള്ള ഒരു സ്ത്രീ, ശമരിയക്കാരി സ്ത്രീയുടെ അടുത്ത് യേശു വന്നു. അപ്പൊ അവൾ എന്നാ പറഞ്ഞതെന്നറിയോ? നിങ്ങൾ ഈ മലയിൽ ആരാധിക്കുന്നു, ഞങ്ങൾ ആ മലയിൽ ആരാധിക്കുന്നു. അപ്പൊ യേശു പറയുക, സ്ത്രീയെ, ആ മലയിലുമല്ല ഈ മലയിലുമല്ല ആരാധന. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കും. കാരണം ദൈവം ആത്മാവാകുന്നു. എന്നിട്ടൊരു വാക്കുകൂടെ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. പിതാവ് അന്വേഷിക്കുന്നു ആത്മാവിനെ ആരാധിക്കുന്നത്. പിതാവ് ആരെ അന്വേഷിക്കുന്നു? കിഴക്കോട്ട് നോക്കി പള്ളി വെച്ച് ആരാധിക്കുന്നവരെയല്ല, ഭൂമവിഗ്രഹത്തെ ആരാധിക്കുന്നവരെയല്ല. ആണോ? പിന്നെ ആരെയാണ് പിതാവ് അന്വേഷിക്കുന്നത്? യേശു പറഞ്ഞത് ആത്മാവിൽ ആരാധിക്കുന്നു. ആത്മാവ് കൊണ്ട്, നമ്മുടെ ആത്മാവ് കൊണ്ട്, പരിശുദ്ധാത്മാവിൽ ആരാധിക്കുക, അന്യഭാഷയിൽ ആരാധിച്ചു. ഇവിടെ ഒന്നും വിഗ്രഹമില്ല, കിഴക്കില്ല, പള്ളിയില്ല, ഒന്നുമില്ല. എല്ലാവരും അങ്ങനെയുള്ളവരെ പിതാവ് അന്വേഷിക്കുന്നു. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കും. കേട്ടോ ജോസഫായി നല്ല ഒപ്പം. അപ്പം പിതാവ് എങ്ങനെ ആരാധിക്കണം? ജോസഫായി ആത്മാവിലും സത്യത്തിലും. എന്നെ ഇതിനു വേണ്ടി ആ ദൈവം നമ്മളെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. കുറെ ആൾക്കാരോട് പായ്പാട്ട് പോയി പറയാൻ, യേശുവിനെ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് ആത്മാവിൽ ദൈവത്തെ ആരാധിപ്പാൻ. വിഗ്രഹം വെച്ചിട്ട് അതിന്റെ മുമ്പിലെ കൊടിക്കുട്ടയിൽ നിന്ന് അതിനെയും വണങ്ങി. അവിടെയൊക്കെ അത്ഭുതമില്ലേ? ഉണ്ടല്ലോ. ശബരിമലയിൽ അത്ഭുതമില്ലേ? ആ മലയിൽ ഉണ്ടല്ലോ. ഉള്ളതുകൊണ്ടല്ലേ പോകും ജനമെല്ലാം വരുന്നു. നമ്മളിവിടുത്തെ റോഡ് പണിയെല്ലാം ചെയ്യുന്ന ആരാണ്? അയ്യപ്പനല്ലേ. റോഡ് പണി മുഴുവൻ തീർന്നില്ല. അവിടുത്തെ കാശല്ല, നമ്മുടെ കാശ് പോലല്ലോ. എൻ്റെ കുഞ്ഞെ, മറ്റവനും ശക്തിയുണ്ട് കേട്ടോ. മറ്റവനും ശക്തിയുണ്ട്. പക്ഷെ മറ്റവന്റെ ശക്തിയുടെ പുറകെയല്ല പോകേണ്ടത്.
ആ ശക്തി കുറച്ച് കഴിയുമ്പോൾ അത് മാറും. പക്ഷെ നമ്മുടെ കർത്താവിന്റെ ശക്തിയാണ് വലിയ ശക്തി. മരണത്തെ ജയിച്ചെടുത്ത് അവന്റെ പുറകെ പിടിക്കണം. അല്ലാതെ നേരത്തെ മാതാവിന്റെ പുറകെ അവിടുത്തെ മല കയറി ഇവിടുത്തെ മല കയറി എടുത്തപ്പമാത്ത കത്തോലിക്കൻ ഇന്നലെ വലിയ കുരിശമച്ചവന്ന് എവിടെ പോയി കാണുന്നു? മലയാറ്റൂർ മല ഇല്ലേ? വലിയ ആഞ്ഞിലിയുടെ തടി കുരിശൊക്കെ ഉണ്ടാക്കി ആ വെളുത്ത ശരീരമൊക്കെ കാണിച്ച് ഈ കത്തോലിക്കൻ എല്ലായിടത്തും നാട്ടുകാരെല്ലാം കാണിക്കാൻ ഞാൻ വലിയ ശക്തിയുള്ളവനാണെന്ന്, വലിയ പൈവാനാണെന്ന് കാണിക്കാൻ എന്ത് ചെയ്യും? ഭയങ്കര ബലമുള്ളതിനെ വലിച്ചു കയറ്റി അന്ന് ചുമന്നുകൊണ്ട് പോക്കാം. അത് കണ്ടാൽ ഫോട്ടോ വരുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും പറഞ്ഞ ഫോട്ടോ വരുന്നത്. അല്ല അവനിതുകൊണ്ടായിട്ട് ഫോട്ടോ മനോരമയിൽ ഫോട്ടോ ഫ്രണ്ടിലേക്ക് എന്നാൽ ഇവരുടെ ശരീരമെല്ലാം കാണിച്ച് ഇവരുടെ ഗുസ്തി ശരീരമൊക്കെ കാണിച്ച് അഭ്യാസം കാണിക്കാനായിട്ട് അവൻ ചുമന്നാലാണോ കാര്യം? നമുക്ക് വേണ്ടി ഒരിക്കൽ കുരിശ് ചുമന്നെടുക്കുന്നു കേട്ടോ. ഒരിക്കൽ ഒരുവൻ കുരിശ് ചുമന്നു. എന്നിട്ട് യെരൂശലേം പുത്രിമാരോട് പറഞ്ഞു, യെരൂശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയണ്ട. നിങ്ങളെയും ആദ്യം നിന്നെ ചൊല്ലി നിന്റെ മക്കളെയും ചൊല്ലി കരയും. പച്ചമരത്തോട് ഇങ്ങനെ ചെയ്താൽ ഉണങ്ങിയതിന് എന്ത് സംഭവിക്കും? നമ്മളെ ഓർത്ത് ആദ്യം കരയണം. നാം വിശ്വാസത്തിൽ ഇരിക്കുന്നോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യും. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോ നീ പറഞ്ഞു പോകുന്നുണ്ടോ? കർത്താവിൽ തന്നെയാണോ ഹൃദയം? അവനെ ആരാധിക്കുന്നുണ്ടോ? അതോ ആ സമയം നിരാശയുടെ വാക്കാണോ വീട്ടിൽ പറയുന്നത്? ഒരു പ്രശ്നം വരുമ്പോ ഭാര്യയും കൂടി നിരാശ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? അതോ ദൈവത്തിൽ പ്രത്യാശയുണ്ടോ? മരണത്തെ ജയിച്ചവനായ ക്രിസ്തുവിൽ പ്രത്യാശയുടെ വാക്കുകളാണോ പറയുന്നത്? അതോ നിരാശയുടെ വാക്കാണോ പറയുന്നത്? പൗലോസ് പറഞ്ഞു കേട്ടില്ലേ? എന്താ പൗലോസ് പറഞ്ഞത്? നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുകയും നിങ്ങളെ തന്നെ പരീക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മുടെ സങ്കീർത്തനം വായിച്ചു. 16:10 സങ്കീർത്തനം 16:10. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയുമില്ല. നമ്മളതുകൊണ്ട് നമ്മുടെ സാധുസാർ സങ്കീർത്തനം 16 സങ്കീർത്തനം വായിച്ചു. അവിടെ പറയുക, ദാവീദ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ദാവീദ് എന്ത് ചെയ്തിട്ടുണ്ട്? മരിച്ചു, ദ്രവത്വം കണ്ടു. പുള്ളിക്കാരൻ രാജാവിന്റെ കല്ലറ എവിടെയുണ്ട്? യെരൂശലേമിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പിന്നീട് നമ്മൾ വായിച്ചു അപ്പോസ്തല പ്രവൃത്തി 13:32 മുതൽ 37 വരെ അവിടെ എഴുതിയ വാക്യം നമ്മളിവിടെ വാക്യമുണ്ടായി. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുക. എന്താ സുവിശേഷിക്കുന്നത്? ദൈവം ക്രിസ്തുവിനെ എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേൽപ്പിച്ചു. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു എന്ന് 2-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ഇനി ദ്രവത്വത്തിലേക്ക് തിരിയാതെ വണ്ണം അവനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചതിനെ കുറിച്ച് അവൻ ദാവീദിന്റെ സ്ഥിരമായുള്ള വിശുദ്ധ കൃപകളെ ഞാൻ നിങ്ങൾക്ക് നൽകും എന്ന് പറഞ്ഞിരിക്കുന്നു. മറ്റൊരു സങ്കീർത്തനത്തിലും നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ നീ വിട്ടുകൊടുക്കുകയില്ല എന്ന് പറയുന്നു. നിന്റെ പരിശുദ്ധൻ. ദാവീദിന് ആ ഒരു പേരില്ല കേട്ടോ. ഏത് പേര്? ദാവീദ് സങ്കീർത്തനം എഴുതിയെങ്കിലും ഈ പരിശുദ്ധൻ ആരായിരുന്നു? യേശുവ. പരിശുദ്ധിയുള്ള ശരീരമാണ് ക്രിസ്തുവിന്റെ. അതുകൊണ്ടാണ് അവൻ ദ്രവത്വത്തിലേക്ക് പോകാൻ ആർക്കും പിടിയിട്ടില്ല. ഇപ്പൊ നമ്മൾ മുമ്പേ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, മതഗുരുക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഇസ്സത്തിന്റെ നേതാക്കന്മാരും എല്ലാം പാപികളാണ്. മുഹമ്മദ് ഉൾപ്പെടെ എല്ലാം ദ്രവിച്ചുപോയി. പക്ഷെ എന്റെ പരിശുദ്ധൻ ദ്രവത്വം കാണത്തില്ല. അവനെ സ്വർഗ്ഗം പറയുന്നത് പരിശുദ്ധൻ അഗോനതദേവൻ പാരിലെങ്ങും പിറന്നും മഹേശൻ. ഇവിടെ പാടില്ലേ? യേശുവിനെ പാടില്ലേ? മറ്റാർക്കും ആ പാട്ടില്ല കേട്ടോ. നിങ്ങൾക്കുമില്ല, എനിക്കുമില്ല, ആർക്കുമില്ല. ദാവീദിനുമില്ല, മോശയ്ക്കുമില്ല, അത് എബ്രാഹിമിനുമില്ല, ആർക്കുമില്ല. എന്റെ പരിശുദ്ധനെ
ദ്രവത്വം കാണാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഭൂമണ്ഡലത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് വരിക, എല്ലാ കല്ലറകളും ദ്രവിച്ചു പോയി. അത് തുറന്നു വെക്കാത്തതിന് കാരണം അവിടെ നാറ്റം വരുന്നുണ്ട്. പക്ഷെ ഈ കല്ലറ തുറന്നിരിക്കുക അല്ലേ? കാരണം അത് പരിശുദ്ധനായ ദൈവമാണ്. ഒരുത്തൻ മാത്രമേ പരിശുദ്ധിയുള്ളൂ, അതെന്റെ യേശുവ. അവന്റെ ശരീരം ധരിക്കുവാൻ സമ്മതിക്കത്തില്ല. സന്തോഷമില്ലേ? നമ്മളാ യേശുവിനെ അല്ലേ ആരാധിച്ചത്? ആ ഹൃദയത്തിലോട് ഏറ്റെടുത്ത ഈ വചനമൊക്കെ ഒന്ന് ഏറ്റെടുത്തിട്ട് ഇവിടുന്ന് ഇറങ്ങിക്ക്. നല്ല തല ഉയർത്തി എന്റെ ഉള്ളിൽ ഇരിക്കുന്നവൻ പരിശുദ്ധനായ ദൈവം. നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ. ദാവീദ് തന്റെ തലമുറയിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ച് തന്റെ പിതാക്കന്മാരോട് ചേർന്ന് ദ്രവത്വം കണ്ടു. ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചവനോ ദ്രവത്വം കണ്ടില്ല. ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചവനോ ദ്രവത്വം കണ്ടില്ല. വചനം പറയുക, നമ്മളെ പഠിപ്പിക്കുക. തിരുവചനം നമ്മളെ പഠിപ്പിക്കുക. എങ്ങനെയാ വിശ്വാസം വർദ്ധിക്കുന്നത്? വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ഈ വചനം നിന്റെ ഉള്ളിലോട്ട് കയറണം. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്ന് വർത്താനവും പറഞ്ഞ് നാളെ എന്തോ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് പെൺപിള്ളേരും ഇരുന്ന് ആഹാരം എല്ലാം വെച്ചോന്ന് പറഞ്ഞ് നോക്കിയിരുന്നാൽ വിശ്വാസം വർദ്ധിക്കത്തൊന്നുമില്ല. വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ വചനം വേണം. വചനത്തിന്റെ കേൾവി, അത് ക്രിസ്തുവിന്റെ വചനം, അത് നമുക്ക് രൂപാന്തരം തരും എന്ന് പറഞ്ഞാൽ ഞാൻ സേവിക്കുന്ന ദൈവം ആരാണ് എന്നുള്ള ബോധ്യം വരുമ്പോഴാണ് നമ്മുടെ ആരാധനയുടെ സ്റ്റൈല് മാറുന്നത്. നമ്മുടെ മക്കൾ ഉറക്കം തൂങ്ങികളായിട്ടിരിക്കുന്ന എന്തുകൊണ്ട്? അടുത്തിരിക്കുന്ന ആളുടെ വചനം അറിയില്ല. പറഞ്ഞോ, നമ്മുടെ മക്കൾ ഉറക്കം തൂങ്ങികളായിട്ടിരിക്കുന്നതിന് കാരണം എന്തോ? പറഞ്ഞേ. കയ്യിലിരിക്കുന്ന ബൈബിൾ ഇതുവരെ പിടികിട്ടിയിട്ടില്ല. എങ്ങനെ കാശുണ്ടാക്കണമെന്ന് ഞാൻ ജോലി വല്ലതും ഉണ്ടാക്കുമോ? ഓട്ടസഞ്ചി എടുക്കുന്നത് ജോലി ചെയ്യും. ഭയങ്കര ജോലിയാ. വല്ലതും ഉണ്ടാക്കിയോ? വല്ലതും നേടിയോ? ഓട്ടം തന്നെ. സമ്പാദിക്കുന്നതെല്ലാം ഓട്ടസഞ്ചി എടുക്കുന്നത് പോവാ. എന്തുകൊണ്ടാ? നീ പഠിക്കേണ്ടത് പഠിച്ചു കഴിഞ്ഞാൽ, അറിയേണ്ടവനെ അറിഞ്ഞുകൊണ്ട് അറിഞ്ഞാൽ, നീ ആരാധിക്കേണ്ടവനെ ആരാധിക്കേണ്ട പോലെ ആരാധിച്ചാൽ നിന്റെ പ്രശ്നത്തിന് പരിഹാരമാണ്. വിടുതൽ തരുന്ന ഒരു ദൈവമാണ്. നീ ആത്മാവിൽ ആരാധിക്കുമ്പോൾ നിന്റെ ഒരു ഹല്ലേലൂയ കേൾക്കുമ്പോൾ സ്വർഗത്തിന് അറിയാം നീ ആത്മാവുള്ളവനാണോ അല്ലയോ. ഒരു ഹല്ലേലൂയ പറഞ്ഞില്ല ഒന്നുകൂടെ. ഉണർത്തിയ ഹല്ലേലൂയ അല്ല, ആത്മാവിൽ നിന്ന് വരുന്ന ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. നമ്മൾ ഹല്ലേലൂയ പറയുമ്പോൾ അറിയാം ആത്മാവുണ്ടോ അതോ ഉണങ്ങിയ ഹല്ലേലൂയാണ്. അതനുസരിച്ച് അനുഗ്രഹം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറഞ്ഞായിരുന്നല്ലോ, എരിഹോ അതിൽ താഴെ വീണപ്പോഴാണ് ഇസ്രായേൽ മക്കൾ ആർപ്പിട്ടപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നപ്പോൾ കർത്താവിനെല്ലാം അറിയാമല്ലോ, അതുകൊണ്ട് ആർപ്പിടേണ്ട ആവശ്യമില്ല. അങ്ങനെ വരുന്നുണ്ട്. ആർപ്പിടുമ്പോഴാണ് എരിഹോ അതിൽ വീണത്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഹോശാഫാത്ത് എന്ത് പറഞ്ഞു? ആർപ്പിടാൻ പറഞ്ഞു അല്ലേ? നൃത്തം ചെയ്തത് യഹോവയ്ക്ക് യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്ന് ആർപ്പിട്ടപ്പോൾ ദൈവം 18 വ്യക്തികളുണ്ട്. 3 രാജാക്കന്മാരെ തകർത്ത് കൈ കൊടുത്തു. എപ്പോഴാണെന്നറിയോ? ദൈവജനം ആർപ്പിട്ടപ്പോൾ. നീ ആർപ്പിടുന്ന എപ്പോഴാ? ആത്മാവിൽ കൂടെ വരണം. പറഞ്ഞു പറയിപ്പിക്കുന്നതല്ല കേട്ടോ. നമ്മുടെ ഉള്ളിൽ നമ്മൾ സേവിക്കുന്ന ദൈവം മരണത്തെ ജയിച്ചവൻ, ദ്രവത്വം കാണാത്തവൻ, പരിശുദ്ധനായ ദൈവം എന്നുള്ള ബോധമുണ്ട്. മരണത്തിന്റെ പ്രത്യാശയായ ഈ ക്രിസ്തു എന്റെ ഉള്ളിൽ ഇരിക്കുന്നു എന്ന ബോധ്യം നിനക്ക് വരുമ്പോൾ നിന്റെ കരോടിക്കുന്നതിനകത്ത് ശക്തി വരും. നിന്റെ ആത്മിന്റെ ശക്തി വരും. നിനക്ക് വിടുതൽ സെക്കൻഡിൽ തരും. അല്ലെങ്കിൽ നീ ഉറക്കം തൂങ്ങിയായിരുന്നു. നീ നടക്കുന്നില്ല, മക്കളും നോക്കും. അതെന്താ അവിടെ ഒരു കൊച്ചു ജനിച്ചത് ഉറക്കം തൂങ്ങിയിരിക്കും എന്ന് പറയുന്നത്. ഒരു കുഞ്ഞ് ജനിച്ചത് ഉറക്കം തൂങ്ങി. ഇവനും ഉറക്കം തൂങ്ങി, ആ കൊച്ചു ഉറക്കം തൂങ്ങി. കാര്യം എന്താ അറിയോ? ഉള്ളിൽ ആത്മാവ് കയറിയില്ല, ക്രിസ്തുവിനെ മനസ്സിലാക്കിയില്ല, ആരാധിക്കേണ്ടവനെ ആരാധിച്ചതുപോലെ ആരാധിച്ചില്ല, മനസ്സിലായില്ല. ആരാധിക്കുമ്പോൾ
വിടുതൽ. പാട്ട് പാടുന്നില്ലേ? ആരാധിക്കുമ്പോൾ കടകളിലെ പേരെല്ലാം പാടത്ത ദേഹം ദേഹി ആത്മാവിൽ ആരാധിക്കുമ്പോൾ വിടുതലാകും. അതെല്ലാവരും ആരാധിക്കും. അപ്പൊ ആത്മാവിൽ ആരാധിക്കുമ്പോഴാണ് വിടുതൽ അല്ലേ? ഈ ആത്മാവിൽ ആരാധിക്കുന്ന എങ്ങനെ? ആത്മാവിൽ ആരാധിക്കുന്നു. ആത്മാവെന്ന് പറഞ്ഞാൽ ഒരു ഹല്ലേലൂയ പറയുമ്പോൾ ഹല്ലേലൂയ ഇതിന്റെ ആത്മാവിൽ അത് പറഞ്ഞത് ഇല്ലേ? ആത്മാവിലാണ് ചെയ്യുന്നതില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഈ ആത്മാവെന്ന് പറഞ്ഞ് ജോലിക്ക് പോകണമെന്ന്, അല്ലെങ്കിൽ നിങ്ങൾ ജോലി എടുക്കുന്ന സ്ഥാപനത്തിൽ രാവിലെ 8 മണിക്ക് പോകണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകുമല്ലോ? എന്തുകൊണ്ട് പോകും? എന്തുകൊണ്ട് പോകും? 8 മണിക്ക് മുതലാളി പറയുക ഇവിടെ ജോലിക്ക് വരണം. ആ സാറേ എന്നാ 8 മണിക്ക് പോകുമല്ലേ? എന്നാ 8:30 പോകാമെന്ന് വിചാരിച്ച എന്നാ കുഴപ്പം? അത് അവസാനത്തെ പോക്കാണ്. അത് അവസാനത്തെ പോക്ക. അപ്പൊ നീ പോയത് 8 മണിക്ക് എവിടുന്നായിരുന്നു? ആത്മാവിൽ. നിന്റെ കുഞ്ഞിനെ സ്കൂളിൽ പോകണം, അല്ലെ സ്കൂളിൽ കൃത്യം 9 മണിക്കോടെ എത്തിയിരിക്കണം. നീ ഒരു അരമണിക്കൂർ താമസിച്ച് 2 ദിവസം ഒന്ന് താമസിച്ച് നിന്നെ ജോലിയിൽ പറഞ്ഞു വിടും. അപ്പൊ നീ ജോലിക്ക് പോയത് ആത്മാവിൽ ആണോ അല്ലേ? നിന്റെ പിള്ളേരെ സ്കൂളിൽ വിട്ടത് ആത്മാവിൽ. പക്ഷെ ആരാധനയ്ക്ക് വരുമ്പം 5 പാട്ട് കഴിഞ്ഞു വരാം, 3 പാട്ട് കഴിഞ്ഞു വരാം, അല്ലെ ആരാധനയ്ക്ക് മുമ്പേ ഞാൻ വന്നിരിക്കാം. ആത്മാവിലേക്ക് എഴുതുന്നത് മറ്റത് ആത്മാവില്ലാത്തവൻ ഏതാ? 3 പാട്ടും 5 പാട്ടും കഴിഞ്ഞു. മറ്റവൻ ഒരുക്കത്തോടുകൂടെ തലേ ദിവസം എത്തിയിരുന്നു, കേൾക്കേണ്ടതെല്ലാം തേച്ചു, ആഹാരം വെക്കേണ്ടതെല്ലാം വെച്ചു, കൃത്യം 1-ാമത്തെ പാട്ട് പാടുമ്പോൾ ആളിവിടെ എത്തിക്കഴിഞ്ഞു. അതിന് പറയുന്ന പേരാണ് ആത്മാവ്. ഇതാര് നോക്കിക്കൊണ്ടിരിക്കുക? സ്വർഗത്തിലെ ദൈവം പാസ്റ്ററെ കാണിക്കാനോ നാട്ടുകാരെ കാണിക്കാനോ വന്നിട്ടൊരു കാര്യവുമില്ല. നീ അത് ആത്മാവിൽ നിന്റെ മക്കളെ സ്കൂളിൽ പോകുമ്പോൾ, നിന്റെ ജോലിക്ക് പോകുമ്പോൾ, ഞാനൊരു ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു, നീ ആത്മാവിൽ ചെയ്യുന്നതുപോലെ തന്നെ ക്രിസ്തുവിന്റെ കാര്യങ്ങൾക്ക്, സുവിശേഷ വേലയ്ക്ക്, പാട്ട് പാടുമ്പോൾ, ഹാർമോണിയം വായിക്കുമ്പോൾ, തബല അടിക്കുമ്പോൾ എല്ലാം നീ ആത്മാവിൽ ചെയ്യുമ്പോൾ അത് ദൈവത്തിന് അറിയാം. ഇനി ഇത് ഉണ്ടാകണമെങ്കിൽ എങ്ങനെ ഉണ്ടാകും? ഇതെങ്ങനെ ഉണ്ടാകുന്ന ആത്മാവിൽ? മറ്റൊരു ജോലി ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ജോലിക്ക് പോയില്ലേ പറഞ്ഞു വിടും. ഇതെങ്ങനെ ഉണ്ടാകും? എടാ കുറച്ച് അതിനവിടെ അച്ചായ വചനം പറഞ്ഞു. ഇത് നിന്റെ വിശ്വാസം വർദ്ധിക്കണം. കർത്താവിലുള്ള വിശ്വാസം എങ്ങനെ വർദ്ധിക്കുന്നത്? കേൾവിയാലും കേൾവി ഇപ്പോൾ പറയുന്ന ക്രിസ്തുവിന്റെ വചനം അത് അകത്തോട്ട് ചെല്ലുമ്പോൾ നിന്റെ വിശ്വാസം വർദ്ധിക്കും. നീ കൊച്ചോട് പാങ്കാലത്തെ വളർന്നിരും. നീ ഒറ്റ ആരാധന വളർന്നിരും. കൊച്ചോട് പാങ്കാലത്തെ വളർന്നിരും. അതിന് പറയുന്ന പേരാ ആത്മാവിലുള്ള ആരാധന. അവനെത്തിക്കഴിഞ്ഞു. പാസ്റ്റർ വരുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നവരും കൊടുക്കുന്ന അതുകൂടെ ചെയ്യും. ഇട്ട കസേരയുടെ പോലെയല്ല ഇരിക്കുന്നത്, വന്ന് കസേരയിട്ടുള്ളൂ. എനിക്ക് സമയം വല്ലതും ചെയ്യാൻ പറ്റുമോ? എന്റെ കർത്താവിന് വേണ്ടി എനിക്ക് ചിലവൊക്കെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെയുള്ള ഇതിനെയാണ് ആത്മാവ് എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആത്മാവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 13:38-39. ആകയാൽ സഹോദരന്മാരെ, ഇവൻ മൂലം നിങ്ങളോട് പാപമോചനം അറിയിക്കുന്നുവെന്നും മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത മോശയുടെ ന്യായപ്രമാണപ്രകാരം നീതീകരണം വരുവാൻ സാധിക്കാത്തതിന് സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നുവെന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളുകയും. അപ്പൊ ഈ കർത്താവിന്റെ മരണ പുനരുത്ഥാനത്തിൽ നമുക്ക് കിട്ടിയത് എന്താണെന്നറിയോ? നീതീകരണമാണ്. ദൈവം നമ്മെ നീതീകരിക്കുകയായിരുന്നു. അതാണ് ഉയർപ്പിന്റെ പ്രത്യേകത. നമ്മൾ യേശുവിനെ കർത്താവെന്ന് വാഗോണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട്, ആത്മാവ് കൊണ്ട്, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും.
ചില പുള്ളികൾ ചുമ്മാ വാറൊന്നും പറഞ്ഞപ്പോൾ മുങ്ങാൻ പറഞ്ഞപ്പോൾ മുങ്ങി കട്ടുമേശ എടുക്കാൻ പറഞ്ഞപ്പോൾ കട്ടുമേശ എടുത്തിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. അവരുടെ കാര്യമല്ല, അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാറ്റിയേക്കണം. ആത്മാവിലാവണം. ഹല്ലേലൂയ. ഹൃദയത്തിന്റെ അകത്ത് ഏറ്റെടുക്കണം. അപ്പോസ്തലപ്രവൃത്തി 17:2-3. പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് 3 ശബത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടത് എന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന യേശു തന്നെ ക്രിസ്തു എന്നും തെളിയിച്ചു വിവരിച്ചുകൊണ്ടിരുന്നു. ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിനെ നമ്മുടെ കർത്താവ് ലോകത്തിലായിരുന്നപ്പോൾ പറഞ്ഞു. നമ്മളിപ്പോൾ ഇവിടെ സാവധാനം പറഞ്ഞില്ലേ, മർക്കോസ് 8:31. മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും 3 നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്ന് അവരെ ഉപദേശിച്ചിരുന്നു. നമ്മുടെ കർത്താവ് ലോകത്തിലായിരുന്നപ്പോൾ തന്നെ അവരോട് പറഞ്ഞു, ഞാൻ 3-ാം നാൾ എന്ത് ചെയ്യും? ഉയർത്തും. ഞാൻ മരിക്കും, 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും. പ്രവചന പ്രകാരം ഉയർത്തെഴുന്നേറ്റിരിക്കും. 1 കൊരിന്ത്യർ 15:14 മുതലുള്ള വാക്യം. 1 കൊരിന്ത്യർ 15:14. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പ്രസംഗം വ്യർത്ഥം. കേട്ടോ, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർത്തുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവർ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയാൻ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികളാകും എന്ന് പൗലോസ് പറയുന്നു. മരിച്ചവർ ഉയർത്തുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ ഇന്നും നമ്മൾ നമ്മുടെ പാപത്തിൽ ഇരിക്കുന്നു. ഇത് ഉയർത്തിന് പ്രാധാന്യമുണ്ടല്ലേ? എല്ലാവരെയും പോലും യേശു മരിച്ചു എന്ന് മൺമറഞ്ഞു പോയിരുന്നെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് വല്ല പ്രാധാന്യമുണ്ടോ? യേശു എന്ത് ചെയ്തു? മരിച്ചു ഉയർത്തുക എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ശക്തി. അല്ല, നാം ഇന്നും പാപത്തിലിരിക്കുന്നു. നമ്മുടെ പാപത്തിന് മോചനം വന്നിട്ടില്ല. നമ്മുടെ പാപത്തിന് മോചനം എപ്പോഴാ വരുന്നത്? യേശു മരിച്ചു സാധാരണക്കാരെ പോലെ മരിച്ചു മൺമറഞ്ഞ് കല്ലറ കിടക്കുകയല്ല. പിന്നെ ലോകത്തെ ജയിച്ചെന്നുള്ള അതാണ് ഇന്നിവിടെ കൂടി നമ്മുടെ ദൈവത്തെ ആരാധിക്കുന്നത്. ഇന്ന് നാം ഇവിടെ ആരാധിക്കുന്നതിന്റെ പ്രത്യേകത എന്താ? നമ്മുടെ കർത്താവ് മരണത്തെ ജയിച്ചു. അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ശക്തി. അതുകൊണ്ട് യേശു ലോകത്തിലായിരുന്നപ്പോഴും പറഞ്ഞു, 11 യോഹന്നാൻ 11:25 ഇവിടെ ആരാധന തുടങ്ങിയപ്പോൾ സാബുസാർ അതും വായിച്ചായിരുന്നു. യേശു ലാസറിന്റെ കല്ലറയിൽ ചെന്ന് പറഞ്ഞ വാക്ക്. യേശു അവളോട് ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്നെങ്കിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കില്ല. ഇന്ന് മരിച്ചാൽ നിന്റെ നിത്യത എവിടെയാണെന്ന് ചോദിച്ചാൽ ധൈര്യത്തോടെ പറയണം, സ്വർഗ്ഗമില്ല. ഉറപ്പുണ്ടോ? ഉറപ്പുള്ളവരെല്ലാവരും അതല്ലേ പറഞ്ഞു. ഇന്ന് മരിച്ചാൽ നമ്മുടെ നിത്യത സ്വർഗ്ഗത്തിലാണ്. 1 യോഹന്നാൻ 5:11-12. 1 യോഹന്നാൻ 5:11-12. ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവൻ തന്നു, ആ ജീവൻ അവന്റെ പുത്രനിലുണ്ട് എന്നുള്ളത് തന്നെ. അപ്പൊ നമ്മുടെ കർത്താവിനുള്ളത് എന്തോ? നിത്യജീവൻ. പുത്രനാം ദൈവത്തിനുള്ളവൻ നിത്യജീവനുണ്ടവൻ. അവനെ വിശ്വസിക്കുന്നവരും നിത്യജീവനുണ്ട്. എന്നെ 1 യോഹന്നാൻ 5:11-12 വായിച്ചത്. 1 കൊരിന്ത്യർ 15:53 മുതലുള്ള വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 15:53. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരണത്തെ ജയിച്ച ദൈവമാണ്. എബ്രായർ 1 കൊരിന്ത്യർ 15:20 വാക്യം.
1 കൊരിന്ത്യർ 15:20. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായിട്ട് എഴുന്നേറ്റതാരാ? ക്രിസ്തു. മരിച്ചവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. ആമേൻ. അപ്പോൾ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഉയർത്തുക. എബ്രായർ ഉയർത്തെഴുന്നേറ്റ യേശു എന്ത് ചെയ്യുക? ഇപ്പൊ എന്നാ ചെയ്യുക? 10:12 എബ്രായർ. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നുകൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദമീളമാകുമ്പോഴും കാത്തിരിക്കുന്നു. പിതാവിന്റെ വലതുഭാഗത്ത് തിരികെ യേശു. 1 കൊരിന്ത്യർ 15:55. 1 കൊരിന്ത്യർ 15:55. 15:55. ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന പിതാവായ ദൈവത്തിന്. അതുകൊണ്ട് 1 കൊരിന്ത്യർ 15:58 വായിച്ചത്. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും, നിങ്ങൾ എങ്ങനെയുള്ളവരായിരിക്കണം? ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും. നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞ് കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരായിരിക്കണം. ആരുടെ വേലയിൽ നമ്മൾ വർദ്ധിച്ചു വരണം? കർത്താവിന് വേണ്ടി ചിലതൊക്കെ ചെയ്യണം. വിശേഷങ്ങളിലേക്ക് പോകാൻ 10-ാം തീയതി വിളിച്ചിട്ടുണ്ട്. എത്ര പേര് വരും? അവന്റെ വേലയിൽ നിങ്ങൾ ശുഷ്കാന്തിയോടെ നിൽക്കണം. 1 കൊരിന്ത്യർ 15:3-4. അവൻ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി. 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റു. എല്ലാവർക്കും പ്രത്യക്ഷനായി. താൻ മരണത്തെ ജയിച്ചവൻ 40 ദിവസം അവരുടെ കൂടെ ജീവിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. എന്നിട്ട് ഒലിവമലയിൽ നിന്നും സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്യുന്നത്. എന്നിട്ട് പറഞ്ഞു പോയത് എന്നാണെന്നറിയോ? ഞാൻ പോയതുപോലെ വീണ്ടും പോയി. ഇവിടെ പറഞ്ഞായിരുന്നല്ലോ, അങ്ങനെ ആരും ലോകത്തിൽ പറഞ്ഞിട്ട് പോയിട്ടില്ല. പോയതുപോലെ ഒരാൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സാബു സാർ ഓർപ്പിച്ചായിരുന്നു അല്ലേ? എന്താ പറഞ്ഞത്? വേറെ ആരും പറഞ്ഞിട്ട് പോയില്ല. പോയവരെല്ലാം മരിച്ചു പോയി, എല്ലാവരെയും അടക്കുകയും ചെയ്തു. പക്ഷേ എങ്കിൽ മരണത്തെ ജയിച്ച് 40 ദിവസം ആ ശിഷ്യന്മാരോട് തിന്നുകുടിച്ച് ജീവിച്ച് ഒലിവമലയിൽ ചെന്ന് സ്വർഗാരോഹണം ചെയ്തു. പോകുന്ന വഴി പറഞ്ഞില്ലേ, പോകുന്നതിന് മുമ്പ് ഞാൻ പോയാൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോവാം. സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ നിങ്ങളെ ചേർക്കുവാൻ ഞാൻ വീണ്ടും വരും. പറഞ്ഞല്ലേ പോയിരിക്കുന്നത്. എങ്ങനെയാ വരുന്നത് അവിടെ പറഞ്ഞത്? 1 തെസ്സലോനിക്കർ 4:13 മുതൽ വായിച്ച്. 1 തെസ്സലോനിക്കർ 4:13 മുതൽ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ. മനുഷ്യ വീട്ടിൽ ചെല്ലുമ്പോൾ അലപ്പുറയിട്ട് കരയുന്ന കണ്ടിട്ടില്ലേ? നെഞ്ചത്തലച്ച് അമ്മയെ നോക്കത്തില്ല, അപ്പനെ നോക്കത്തില്ല. ഒരു മരിച്ചു കഴിയുമ്പോൾ ഭയങ്കര കരച്ചില്ല. അങ്ങനെ ചില വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ വിശ്വാസികളായിട്ടുള്ളവർക്ക് എന്തുണ്ട്? വിശ്വാസം ഇല്ലാത്തവർ അലപ്പുറയിട്ട് കരയുന്നു. വിശ്വാസികൾ അങ്ങനെ കരയേണ്ട ആവശ്യമുണ്ട്. കാരണം അതാ അവിടെ പറഞ്ഞത്. പൗലോസ് പറയുക, നിങ്ങൾ അങ്ങനെ അലപ്പുറയിട്ട് കരയേണ്ട ആവശ്യമില്ല. കാര്യം എന്തോ? പ്രത്യാശയില്ലാത്ത ജാതികളെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും. അത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവരോട് കൂടെ വരുത്തും. പ്രത്യാശയുണ്ടോ ഇല്ലയോ? യേശുവിൽ നിദ്ര കൊണ്ടവരെയും അവൻ മടക്കി വരുത്തും. എങ്ങനെയാ യേശു വരുന്നത്? കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശിക്ഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിറഞ്ഞു വരികയും. സ്വർഗത്തിൽ ഇങ്ങോട്ട് ഇറങ്ങും. ഇപ്പൊ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് ഇറങ്ങും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഇവർത്തെഴുന്നേൽക്കും. ശീലഞ്ചിറയിൽ അടക്കിയിരിക്കുന്ന കണ്ണപ്പറവെല്ലാം ഉയർത്തുവാക്കി.
ആ പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം ഇപ്പോഴാ വരുന്നെങ്കിൽ നമ്മളെല്ലാവരും രൂപാന്തരം പ്രാപിക്കും. അവരോടൊരുമിച്ച് അവരെ കൂടെ കൂട്ടിക്കൊണ്ട് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ മേഘങ്ങളിൽ യേശുവിനെ എടുത്തുകൊണ്ട് എപ്പോഴും അവന്റെ കൂടെ ആയിരിക്കും. ഈ പദങ്ങളായി നാം അങ്ങനെ നമിക്കുന്നു. മധ്യാകാശേ വന്നിടുമ്പോൾ എല്ലാവരും പഠിച്ച് മധ്യാകാശേ വന്നിടുമ്പോൾ അപ്പോൾ മുഖം നോക്കുവാൻ അപ്പോൾ മുഖം നോക്കുവാൻ വെള്ളത്തിനായി കേഴുന്ന വാശിക്കുന്നേ വെള്ളത്തിനായി കേഴുന്ന വാശിക്കുന്നേ മത്രിയനെ എന്നെ സുനാരനെ എപ്പോൾ വരും മത്രിയനെ എന്നെ സുനാരനെ എപ്പോൾ വരും എന്നെ പോലെ ജീവാൻ അങ്ങയെ ആശ്രയിപ്പാൻ എന്നെ പോലെ ജീവാൻ അങ്ങയെ ആശ്രയിപ്പാൻ എന്നെ സുരേ വാനമേ വന്നിരേ എന്നെ സുരേ വാനമേ ഈ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ
ഒരു കാലത്ത് പ്രത്യാശയില്ലായിരുന്ന നമുക്ക് വേണ്ടി യേശു ക്രിസ്തു മരിച്ചു എന്നുള്ള, ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സത്യം നമുക്ക് ജീവിതത്തിലേക്ക് കടന്നു വരികയും അങ്ങനെ വലിയ പ്രത്യാശയോടെ ഈ ഭൂമിയിൽ ജീവിപ്പാൻ ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അടിത്തറ പ്രത്യാശയാണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ കൂടി ദൈവവചനത്തിലൂടെ ദൈവദാസനോട് സംസാരിച്ചതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ലോകം ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ ദൈവമക്കളായിരിക്കുന്ന ഞങ്ങൾക്ക് ഞങ്ങളെ വിളിച്ച ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് മരിച്ചാലും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്നുള്ള ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചന പ്രകാരം കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന വ്യക്തി മരിച്ചുപോയാലും അവൻ ഉയർത്തും എന്നുള്ള വലിയ പ്രത്യാശ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നതുകൊണ്ട് ഞങ്ങളെ ആരാധിക്കുന്നു, മഹത്വപ്പെടുന്നു, സ്തോത്രം ചെയ്യുന്നു. മഹാപുരുഷനും നിത്യനുമായ സ്വർഗ്ഗസ്ഥലങ്ങളുടെ പിതാവേ, നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു 10 ദിവസം കൂടി കടന്നു വന്ന് അങ്ങേ ആരാധിപ്പാനും അങ്ങയുടെ മാറ്റമില്ലാത്ത തിരുവചനം കേൾക്കുവാനും ആ വലിയ പ്രത്യാശ ഞങ്ങൾക്ക് ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് കർത്താവേ ദൈവത്തിന്റെ ആത്മാവിൽ കൂടി ദാസനെ ഞങ്ങൾ സംസാരിച്ചതോർത്ത് നന്ദിയോട് ഞങ്ങളെ സ്തുതിക്കുന്നു കർത്താവേ. ആ കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താൽ വരുമെന്നുള്ള ദൈവത്തിന്റെ തിരുവചന പ്രകാരം ഞങ്ങൾ ആ വിശ്വാസത്തിൽ തന്നെ നിലനിൽക്കാണ്ടോണം ദൈവത്തിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണം, ഞങ്ങളെ ശക്തീകരിക്കണം, ഞങ്ങളെ ബലപ്പെടുത്തണം കർത്താവേ. പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ പല പല വിഷയങ്ങളുണ്ടാകുമ്പോൾ ഞങ്ങൾ പാടിപ്പോകുമ്പോഴും ഞങ്ങളെ തകർത്ത് കളയുവാൻ ദുഷ്ടൻ കടന്നു വരുമ്പോഴും ഞങ്ങളെ സഹായിക്കുന്ന ദൈവത്തിന്റെ മൂന്നാം ആനന്ദമായ പരിശുദ്ധാത്മാവിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന സകല മക്കളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവരുടെ വിവിധങ്ങളായിട്ടുള്ള ആവശ്യത്തിന് ദൈവത്തിന്റെ അത്ഭുതമായ കരം അത് പ്രവർത്തിക്കുന്നതോർത്ത് നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നു കർത്താവേ. പ്രത്യേകിച്ച് ഞങ്ങൾ ഇന്ത്യ രാജ്യത്തെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ത്യയിൽ അടുത്ത മാസം നടക്കാൻ പോകുന്ന 7 ഘട്ടത്തിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്ത് കർത്താവേ. നീതിയുക്തവും സമാധാനപരമായ ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നോണം സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം അതിൽ പ്രവർത്തിക്കട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്വർഗത്തിൽ നിന്നും കൊടുത്തിട്ടില്ലാത്ത ഒരു അധികാരവും ഭൂമിയിലില്ലല്ലോ കർത്താവേ. അങ്ങാണല്ലോ സകലത്തിന്റെ അധികാരങ്ങൾ അങ്ങ് കർത്താവായ യേശു ക്രിസ്തു മാത്രമായിരിക്കുക. നന്ദിയോടെ സ്തോത്രം. ആ തിരഞ്ഞെടുപ്പിനെ ഞങ്ങൾ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ വിദേശത്ത് സ്വദേശത്തായി ജോലിക്കായി പഠനത്തിനായി പോയിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ എല്ലാവിധ ആപത്ത്, അനർത്ഥങ്ങൾ, അപകടങ്ങളെ പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളിലെല്ലാം വിടുവിച്ച് യേശു ക്രിസ്തുവിന്റെ രക്തവെള്ളത്തിൽ അവരെ പൊതിഞ്ഞ് സൂക്ഷിക്കുമാറാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടും വാഹനം ഓടിക്കുന്ന മക്കളെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആപത്ത്, അനർത്ഥങ്ങൾ, അപകടങ്ങൾ പതിയിരിക്കുന്ന ലോകത്ത് നിന്നും എല്ലാവിധ ആപത്ത്, അനർത്ഥങ്ങൾ, അപകടങ്ങളെ പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളിലെല്ലാം വിടുവിച്ച് വാഹനം ഓടിക്കുന്ന മക്കളെയും യാത്രക്കാരെയും യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ഞങ്ങൾ മുദ്രയിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കടന്നു വന്നിരിക്കുന്ന സകല മക്കളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ സമാധാനത്താൽ കർത്താവിന്റെ പ്രത്യാശ ജീവിക്കാനുള്ള കൃപ അവർക്ക് അനുഗ്രഹിക്കട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവനം തന്ന യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ പ്രാർത്ഥനയുടെ അനുഗ്രഹിച്ചു ബന്ധപ്പെട്ടിരിക്കെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിച്ചു വഴിയാക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സർവാസവും കൂട്ടായില്ലേ നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന്മേലും കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാരുടെ മേലും കുടുംബങ്ങളുടെ മേലും കടന്നു വന്ന ദൈവമക്കളുടെ മേലും കുടുംബങ്ങളുടെ മേലും ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരുടെ മേലും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. അർപ്പണ കുഞ്ഞാടിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ വേഗം വരണം.